പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുതേ, അവരെ നിങ്ങൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുതേ. ഇത് പറയാനാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ അവസാന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രമാത്രം സംരക്ഷണം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആരും അതിൻ്റെ അട്ടിപ്പാറ അവകാശം ഒരിക്കലും അവകാശപ്പെടേണ്ടതില്ല. എൻ്റെ പെൺകുട്ടികളായ ആളുകൾ എല്ലാവരും അജയ്യമായി എഴുന്നേൽക്കുക, അജയ്യമായി സടകുടഞ്ഞ് എഴുന്നേൽക്കുക. ഇസ്ലാം നമുക്ക് തന്ന നീതിബോധമുണ്ട്, അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ദയവ് ചെയ്ത് മോശത്തരത്തിലേക്ക് യാത്ര പോവാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളോട് നിങ്ങൾ ഇവരുടെ സംരക്ഷകരായി നിന്നുകൊടുക്കുക, ഡീവിയേറ്റ് ചെയ്യാതിരിക്കുക. അതിമനോഹരമായി നമ്മൾ പഠിച്ചുയരുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടതൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടുകളാണ് ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് അത് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു പിക്ചർ വരച്ചതുപോലെ താൽക്കാലികമായ ഒരു വര മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ. എന്നാൽ നമ്മൾ അറിയേണ്ടത്, നിങ്ങൾ ഇപ്പോൾ പോകുന്നത് 13 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സ് ഇങ്ങനെ കടന്നു പോവാൻ, 16ഉം 17ഒക്കെ ആയിട്ട് നിങ്ങൾ പോവാൻ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു തോന്നൽ എന്താണെന്നറിയോ? ഇപ്പോഴത്തെ ഒരു തോന്നൽ, നമ്മുടെ ഈ പ്രായം കളിക്കാനുള്ളതാണ്, നമ്മുടെ ഈ പ്രായം ചിരിക്കാനുള്ളതാണ്. ആയിക്കോട്ടെ, കുറേയൊക്കെ നിങ്ങൾ ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തോ, പക്ഷെ അത്യാവശ്യം സീരിയസ് മാറ്റേഴ്സ് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം, സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ലോകത്തിൽ എല്ലാ പ്രതിഭകളും ഉയർന്നു വന്നത് അവരുടെ 10 വയസ്സിന് ശേഷം 20 വയസ്സിന് ഇടയ്ക്കും ഉള്ള സമയങ്ങളിലാണ്. നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തോ. ഇതിൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാകും, ഫുട്ബോൾ നന്നായിട്ട് കളി കാണുന്ന കുട്ടികളുണ്ടാകും. ലോകകപ്പ് മൊത്തത്തിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉസ്താദ്മാർ ക്ഷമിക്കണം കേട്ടോ, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാം. ഈ ലോകകപ്പ് കണ്ടതിൽ നിങ്ങൾ വലിയ വലിയ താരങ്ങളെ എണ്ണുന്നുണ്ടാകാം. അതിലൊരു പ്രധാനപ്പെട്ട താരമാണ് മെസ്സി. മെസ്സി കളിക്കാൻ തുടങ്ങിയത് 4-ാമത്തെ വയസ്സിലാണ്. 4-ാമത്തെ വയസ്സിൽ കളിക്കാൻ തുടങ്ങിയതാണ്. 6-ാമത്തെ വയസ്സിൽ കളിക്കിറങ്ങിയതാണ് പ്രാക്ടീസ് കഴിഞ്ഞ്. പക്ഷേ 10-ാമത്തെ വയസ്സിൽ അസുഖം വന്നു, 14-ാമത്തെ വയസ്സിൽ അസുഖം മാറി. എന്ന് വെച്ചാൽ ഹോർമോൺ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു ആൾക്ക്. അതുകൊണ്ട് അസുഖം മാറി 15-ാമത്തെ വയസ്സ് മുതൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ക്ലബിന് വേണ്ടി കളിക്കാൻ തുടങ്ങി. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയിട്ട് ചേക്കേറാൻ തുടങ്ങി. അപ്പോൾ മെസ്സി എന്ന് പറയുന്ന ആൾ കളിക്കുകയല്ല ചെയ്തത്, ആയിരക്കണക്കിന് കോടിക്ക് സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് പ്ലേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കരിയർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം കളിക്കുകയല്ല. അപ്പോഴേക്ക് ചുരുങ്ങിയത് 5 ലക്ഷമെങ്കിലും അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ വിലയുണ്ടാകും. എന്ന് വെച്ചാൽ അത്രയും ആയിരക്കണക്കിന് കോടികൾക്കാണ് സിഗ്നേച്ചർ കൊടുത്തുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് അവർ ശരീരത്തിൽ, നമുക്ക് ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ, കുട്ടികൾ ഇങ്ങനെ പറയാറുണ്ട്, എന്ത് പെപ്സി കുടിക്കണ്ടേ, കൊക്കക്കോള കുടിക്കണ്ടേ, അത് കുടിക്കണ്ടേ, ഇത് കുടിക്കണ്ടേ. ഞാനതിനെതിര് പറയല്ല. പക്ഷേ തൻ്റെ മുമ്പിലിരിക്കുന്ന കൊക്കക്കോള എന്ന് പറയുന്ന സാധനം ഞാൻ കുടിക്കില്ല എന്ന് കാണിച്ചിട്ട് ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് മാറ്റിവെച്ചപ്പോഴേക്കും അഥവാ അതുപോലും കുടിക്കാത്ത താരങ്ങൾ, നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്. തൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വരികയാണ്, അതിലങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. എങ്ങനെയുണ്ട് മാറ്റിവെച്ചിട്ട് നേരെ ബാഗിൻ്റെ സിബ് തുറന്നിട്ട് പച്ചവെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫിറ്റ് ബോഡിക്ക് കൊക്കക്കോള നല്ലതല്ല എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം പറയാം. ആ ഒരൊറ്റ എടുത്തുവെക്കലിൽ കോടികളാണ് ഷെയർ മാർക്കറ്റിൽ കൊക്കക്കോളയുടേത് ഇല്ലാതെയായത്. ഒരൊറ്റ എടുത്തുവെക്കലിൽ ദ ഗ്രേറ്റ് റൊണാൾഡോ ആരാന്ന് നിങ്ങൾക്കറിയാം. എന്ന ആള് സത്യത്തിൽ എന്തുപോലും കുടിക്കുന്നില്ല, പെപ്സി പോലും കുടിക്കുന്നില്ല, കൊക്കക്കോള പോലും കുടിക്കുന്നില്ല. ഇതാ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഉസ്താദുമാരും വലിയവരൊക്കെ ക്ഷമിക്കണേ, കുട്ടികളുടെ ലോകത്തായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോവാണ്. നമുക്കിതൊന്നും അറിയില്ല. നമുക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി ഇപ്പോഴത്തെ ഉസ്താദുമാർക്കൊക്കെ അത്യാവശ്യമൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് അതാണ്, അതിൻ്റെ നെഗറ്റീവ് സൈഡല്ല. നമുക്കൊക്കെ ചിലപ്പോൾ മാതാപിതാക്കളോട്, വളരെ ശ്രദ്ധിക്കണേ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ അങ്ങോട്ട് കഴിയാറില്ല. മാതാവിനെ പുച്ഛമായി നമ്മൾ കാണുന്നു. ചിലപ്പോൾ ഉമ്മയുടെ ഉപദേശം അല്ലെങ്കിൽ ഉപ്പയുടെ ഉപദേശം അങ്ങനെ നമ്മൾ കാണുന്നു. അത്തച്ഛൻ പലയിടത്തും, ഇന്നലെ കോട്ടയത്ത് പോയപ്പോൾ വേറെയാണ്. ഞങ്ങളെ നാട്ടിലൊക്കെ ഉപ്പ എന്നാണ് വിളിക്കാറുള്ളത്, ചില നാട്ടിൽ ബാപ്പച്ചി എന്നാണ് വിളിക്കാറുള്ളത്. എന്ത് വിളിച്ചാലും ശരി, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അത് പറഞ്ഞാൽ നല്ലത്, മനസ്സിലായോ? പിതാവ് എന്ന് പറഞ്ഞ കോമൺ ഒരു വാക്കാണ്. അപ്പോൾ പിതാവിനോട് നല്ല രീതിയിൽ പെരുമാറാൻ നമുക്കൊരു പ്രയാസമാണ്. കാരണം പിതാവ് ഒരു ഉപദേശിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്, നമ്മുടെ മാതാവ് ഒരു ഉപദേശിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവരോടൊക്കെ നല്ലൊരു പെരുമാറ്റം പോലും മോശമാണ്. നമ്മളെ നന്നായി ഗർഭം ചുമന്ന് നല്ല രീതിയിൽ പ്രയാസങ്ങൾ സഹിച്ച് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന് നമ്മളെ ഉമ്മ ജനിക്കുന്നത് മുതൽ സന്തോഷപ്പെട്ട് ഇതുവരേക്കും സന്തോഷത്തോടു കൂടി കഴിയുന്ന
നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്. എന്നാൽ നിങ്ങൾ അറിയണം, ഒരു മാതാവ് ഗർഭം ചുമക്കുന്നു. ആ ഗർഭം ചുമക്കുന്നതിന് മുമ്പേ 2-3 മക്കൾ ഉണ്ടായതുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ഇത് അലസിപ്പിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ എന്നേക്കുമായി ഈ കുഞ്ഞിനെ കൊന്നുകളയാമെന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനം പിന്നീട് ഒരു മാതാവിൻ്റെ മാതൃത്വം ഉണർന്നപ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നു. ആ വേണ്ടെന്ന് വെച്ച് പിന്നെ ആ കുട്ടിയെ പ്രസവിക്കുന്നു. എന്നിട്ട് ആ കുട്ടി വളർന്ന് വലുതാകുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്നറിയപ്പെടുന്ന കഥാപാത്രമായി മാറുന്നു. ഞാൻ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. റൊണാൾഡോനെ പറ്റി പറയാനല്ല, പകരം ഈ ഉമ്മയുണ്ടല്ലോ, ഈ അമ്മ, നിങ്ങൾ പറയുന്ന പ്രിയപ്പെട്ട മാതാവ് തന്നെ കൊല്ലാൻ ശ്രമിച്ച മാതാവാണെന്ന് ആർക്കറിയാം? റൊണാൾഡോക്കറിയാം. കാരണം ചരിത്രത്തിൽ അത് പറയുന്നുണ്ട്. അനേകം പ്രാവശ്യം അദ്ദേഹം അത് കേൾക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിൽ എവിടെ കളിക്കാൻ വേണ്ടി പോയാലും ഈ അമ്മ ഒരു കോൾ ഫോൺ ചെയ്താൽ, ഒരു കോളിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിയെത്തുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് റൊണാൾഡോ. നമ്മളിന്ന് പാടത്ത് പണിയെടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പാടത്ത് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ, സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അമ്മച്ചി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മാതാവ് വിളിക്കുമ്പോൾ ചെല്ലാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ റൊണാൾഡോയെ കളി ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് ഒറ്റ കാര്യത്തിനാണ്. കാരണം ഇത് പറഞ്ഞ പെട്ടെന്ന് നിങ്ങളെ മനസ്സിലേക്ക് കയറും എന്നുള്ളതുകൊണ്ടാണ്. ലോകത്തിൽ ഇതിലും വലിയ കളിക്കാരാകാൻ ആർക്കും കഴിയില്ല. എന്നിട്ട് പോലും സ്വന്തം മാതാവ് വിളിക്കുമ്പോഴേക്ക് ഓടിയെത്തുന്ന മകനാണ് സത്യത്തിൽ റൊണാൾഡോ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് എടുക്കേണ്ടത് എന്താണ്? അപ്പം നമ്മൾ ഈ വിശ്വാസികൾ ചിലപ്പോൾ നമ്മുടെ തെക്ക് ഭാഗത്തും ഈ ഭാഗങ്ങളിലൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഈക്വാലിറ്റിയെക്കുറിച്ച്, ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് അതേപോലെ തന്നെ പറയാറുള്ള ഒന്നാണ് എന്ത്, എത്തീസത്തെക്കുറിച്ചൊക്കെ സാധാരണയായി. പക്ഷേ ഞാൻ വെറുതെ ചോദിച്ചോട്ടെ, എല്ലാ കളിക്കാരും മുസ്ലിമീങ്ങളും അവരൊന്നും ആകില്ല, പലരും പലതും ആകാം, അങ്ങനെ എല്ലാ മതക്കാരും കളിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഒരൊറ്റ കളിക്കാരനെങ്കിലും കണ്ടോ പ്രാർത്ഥന പോലും നിർവഹിക്കാതെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ആളുകളെ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഫുട്ബോളൊക്കെ ഞാൻ ഉസ്താദന്മാരോട് ഇരിക്കണേ, ഇപ്പോൾ ക്ഷമിക്കണം കേട്ടോ, ഞാൻ സൈക്കോളജിക്കലി ഇവരോട് സംസാരിക്കുകയാണ്. അവരവരുടെ മതത്തിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് മാത്രമേ അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഗോളടിക്കുമ്പോഴും അവരുടെ പ്രാർത്ഥനയിലൂടെ അവർ പോകുന്നത്. മുസ്ലിമീങ്ങളായ ആളുകൾ ഗോളടിക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കി സുജൂദിൽ വീണിട്ടുണ്ട്. ക്രിസ്ത്യൻ സഹോദരന്മാർ അവരുടെ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥനയില്ലാതെ മനുഷ്യരാരും മുന്നോട്ട് പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ക്രിട്ടിക്കലായിട്ടുള്ള സമയങ്ങളിലൊക്കെ അതവർ നിർവഹിക്കുന്നു എന്നത്. അപ്പം നമുക്ക് നിസ്കരിക്കാതിരിക്കാൻ എന്തവകാശമാണുള്ളത്? ഞാൻ പറയാൻ മനസ്സിലാവുണ്ടോ? നിങ്ങൾ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നമുക്ക് നിസ്കാരമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും. എന്നാൽ ഞാൻ ഈ പറയുന്ന കഥാപാത്രങ്ങളെക്കാൾ, ഈ റൊണാൾഡോ, ഈ എംബാപ്പെ, ഈ നെയ്മർ, ഈ മെസ്സി, ഇവരെക്കാളുമെല്ലാം ഉയരങ്ങളിൽ നിൽക്കുന്നവരുടെ പേരാണ് സഹാബാക്കൾ. അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ആളുകളുടെ പേരാണ് പ്രവാചകന്മാർ. അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ആളുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നടക്കാൻ നമുക്ക് എന്താ മടി? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ചിന്തിക്കേണ്ടത്, നമ്മൾ ആദ്യമായി വിദ്യാഭ്യാസപരതയിലൂടെ ഉയർന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായി ഉണ്ടാകേണ്ടത് അള്ളാഹുവോടുള്ള ബന്ധമാണ്. ഞാൻ അതിനപ്പോൾ ഈ കളിക്കാരെ മുഴുവനും പറഞ്ഞത്, അവർ വെറും കളിക്കാരല്ല, അവർ വാല്യൂസ് ഉള്ള കളിക്കാരാണ്. അവരുടേതായ ലോകത്തിൻ്റെ, അവർക്ക് ചില അബദ്ധങ്ങൾ ഉണ്ടാകാം, അത് അവരുടെ മതങ്ങളിൽ അനുവദിക്കപ്പെട്ടതുണ്ടാകാം, അവർക്ക് ഹലാലു ഹറാമൊന്നുമില്ല, എന്നിട്ട് പോലും എന്താണ്, അവർ കുറച്ചൊക്കെ മര്യാദയോടുകൂടി നടക്കുന്നു എന്നതാണ്. ഞാൻ അവരനുകരിക്കണം എന്നല്ല പറയുന്നത്. എന്നാൽ 1000 റൊണാൾഡോയെ ഒരുമിച്ച് കൂട്ടിയാൽ എവിടെ നിൽക്കുമോ അതിനേക്കാളും അപ്പുറത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്. സൗന്ദര്യത്തിൻ്റെ പേരിലാണോ നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നത്? സൗന്ദര്യത്തിൻ്റെ പേരിലാണ് സ്നേഹിക്കുന്നതെങ്കിൽ എൻ്റെ കുട്ടികളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ലോകത്തിൽ അറിയപ്പെട്ട ചരിത്രപ്രകാരം അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും സൗന്ദര്യമുള്ളതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സൗന്ദര്യം വേറെ രീതിയിലായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾ ചന്ദ്രനാണെങ്കിൽ മറ്റൊരാൾ സൂര്യനാണ്. ഇനി നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നത് പ്രതാപത്തിൻ്റെ പേരിൽ, പ്രശസ്തിയുടെ പേരിലാണ്. പ്രശസ്തിയുടെ പേരിലാകുമ്പോൾ പതാ പെലെ മരിച്ചുപോയി. ഇനി കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ പെലയുടെ പേര് പോലും അസ്തമിച്ചു പോകും. അങ്ങനെ കാലാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് കാലങ്ങളിൽ ലയിച്ചു പോകുന്ന ആളുകളാണ് കളിക്കാർ. ഒട്ടുമിക്ക ആളുകളും ക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവരെ നമ്മൾ ഓർക്കുന്നില്ലല്ലോ. എന്നിട്ടും നമ്മൾ ആലോചിക്കണം, ഇനി കാലങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ കളിക്കാരെ പോലെയല്ല, അതിനുമപ്പുറത്തേക്ക് കാലങ്ങളിലൂടെ സഞ്ചരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എല്ലാ പള്ളിയുടെ മുനാരങ്ങളിൽ നിന്നും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും മുഴങ്ങുന്ന പേരുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തിയിലേക്ക് ലോകത്തിൽ ഒരാൾക്കും ഉയരാൻ സാധിച്ചിട്ടില്ല. ഇനി പ്രശസ്തിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പോരാ, കൂട്ടുമ്പോൾ എല്ലാവരും അവിടെയുണ്ടാകും. ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവരും ഉണ്ടാകും, നാളെ മരിക്കാനിരിക്കുന്നവരുണ്ടാകും. പക്ഷേ അള്ളാഹു രംഗപ്രവേശനം നടത്തണമെങ്കിൽ, അള്ളാഹുവിൻ്റെ തജല്ലയാത്തുകൾ വെളിവാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നിട്ട് വിലപിക്കുമ്പോഴാണ് അള്ളാഹു നാളെ മഹ്ശറ വൻസഭയിൽ യാത്രയാക്കപ്പെടുക, അള്ളാഹു തന്നെ പ്രത്യക്ഷപ്പെടുക എന്ന് നമുക്ക് ഹദീസുകൾ പരതുമ്പോൾ മനസ്സിലാകുന്നതാണ്. അത്രമാത്രം പ്രസക്തിയാണ്. ഈ ലോകത്തിൽ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ലാത്തതിനേക്കാളും അനന്തകോടി പ്രശസ്തിയുടെ മൂർധന്യതയിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്. അതുകൊണ്ട് പ്രശസ്തിയുടെ പേരിലാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ സ്നേഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഒന്ന് സൗന്ദര്യം, മറ്റൊന്ന് പ്രശസ്തി, പിന്നെ ഒന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇങ്ങോട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ അങ്ങോട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ മറ്റൊരു മാനദണ്ഡം. നിങ്ങൾ കണ്ടില്ലേ, മെസ്സിയെ ഒരു മൂലയിൽ കാണുമ്പോഴേക്ക് ഈ ആ ഭാഗത്തെ കോർണറിലെ ആളുകളൊക്കെ മെസ്സി ഞാനിവിടെ ഉണ്ടട്ടോ എന്നൊക്കെ മലയാളികൾ പറയുന്ന രംഗം. മെസ്സി അങ്ങോട്ട് നോക്കുന്നു പോലുമില്ല. കാരണം മെസ്സിക്കറിയില്ല കേരളം എന്ന് പറയുന്നൊരു നാടുണ്ടെന്നും ആ കേരളത്തിൽ ഇപ്പം ഏകദേശം ലോകകപ്പ് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടാകാം, അവിടെ നിങ്ങളെന്ന് പറയുന്നൊരു യൂനുസ് ഉണ്ടെന്നും അവർക്കറിയില്ല. കാരണം അവരങ്ങനെ വിളിക്കുമ്പോൾ നോക്കുന്ന ആളുകളല്ല. കാരണം എയർപോർട്ടിലൂടെ പോകുമ്പോൾ എങ്ങനെ പോകുമ്പോഴും ആളുകളിൽ നിന്ന് വഴുതി മാറാൻ അവർ ശ്രമിക്കും. കാരണം അത്രമാത്രം തിരക്കായിരിക്കും അവർക്ക്. പക്ഷേ നിങ്ങൾ ഏത് മൂലയിൽ നിന്ന് വിളിച്ചാലും തിരിഞ്ഞു നോക്കാത്ത, നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടെ കരഞ്ഞുറങ്ങിയ ഒരു മനുഷ്യൻ്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് സ്നേഹിക്കേണ്ടത്. കാരണം നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മൾ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. എന്നിട്ട് നമ്മൾ പലതുമാകാം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ദീനീപരമായ മോശയിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ഡോക്ടറാകാം, നമുക്ക് എൻജിനീയേഴ്സ് ആകാം. ഒരു ഡോക്ടറായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. കേവലമായ ഡോക്ടേഴ്സ്, ഇപ്പോൾ എൻ്റെ ഒരു പെങ്ങളെ മകനുണ്ട്, അവന് വലിയ ഡോക്ടറാണ്, ഡോക്ടർമാരുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. അവൻ എന്നെ വിളിച്ചിട്ട് ഒരിക്കൽ ചോദിച്ചു, ആ പരിപാടിക്ക് ഞാൻ പോകണോ? ഞാൻ ചോദിച്ചു, ഏത് പരിപാടി? ഡോക്ടേഴ്സിൻ്റെ പരിപാടിയാണ്. ഞാൻ അവൻ അമ്മാവനായതുകൊണ്ട് എന്നോട് ചോദിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടേഴ്സിൻ്റെ പരിപാടിയല്ല, നീ പോയിക്കോ, കാരണം ഡോക്ടേഴ്സിൻ്റെ വലിയ ഗെറ്റ് ടുഗദർ നടക്കാൻ. പക്ഷേ എന്നോട് പറഞ്ഞു, എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയല്ല കേട്ടോ, കുറച്ച് ഡോക്ടേഴ്സൊക്കെ അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ഇവൻ പറയാണ്, എന്നോട് പറയാണ്, അഥവാ ഞാനവിടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വൈകുന്നേരം ഒന്നായിട്ട് സോഷ്യൽ ഡ്രിങ്കിങ് ഉണ്ടാകും. സോഷ്യൽ ഡ്രിങ്കിങ്, ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് പരിപാടി അവസാനിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം മദ്യപിച്ചിരിക്കും. ആ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റിലല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. കാരണം പകൽ മാന്യന്മാരായിട്ട് ജനങ്ങളോട് മദ്യപിക്കരുത് എന്ന് പറയുകയും മദ്യപാനം ലിവർ സിറോസിന് കാരണമാവുമെന്ന് പറയുകയും അത് ചിലപ്പോൾ സ്ട്രോക്കിനും അറ്റാക്കിനും വലിയ കാരണമാകുമെന്ന് പറയുകയും വൈകുന്നേരമായാൽ അവർ തന്നെ അത് ചെയ്യുന്ന ഡോക്ടേഴ്സിൽ നമ്മൾ പെടരുത്. അതല്ലാത്ത ലക്ഷക്കണക്കിന് ഡോക്ടേഴ്സ് ഉണ്ട്, അതിലാണ് നമ്മൾ പെടേണ്ടത്. അപ്പം നിങ്ങൾ ഡോക്ടേഴ്സ് ആവുകയാണെങ്കിൽ ഏതുപോലെയാകണം? ഞാൻ എപ്പോഴൊക്കെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി അദ്ദേഹത്തെ ഇവിടെ പറയാൻ നിങ്ങൾ അനുവദിക്കുക. നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടു നോക്കുക. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്, അഥവാ MES മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം അവിടുത്തെ ലെക്ചറായിരുന്നു, കുട്ടികളുടെ അധ്യാപകനായിരുന്നു. PG കഴിഞ്ഞിട്ട് അതിൻ്റെ സൂപ്പർ PGയും കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കുട്ടികളായ ഓരോ ആളുകളെയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെ 38-ാമത്തെ വയസ്സിൽ നല്ല ദീനുള്ള മനുഷ്യരായിരുന്നു, വലിയ ദാഴിയായിരുന്നു, ദീനിനെ ഭയങ്കരമായിട്ട് അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് 38-ാമത്തെ വയസ്സിലാണ്. എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരനായിരുന്നു. 38-ൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞങ്ങളാകെ വിഷമിച്ച് നിൽക്കുകയാണ്. 38-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്നതിന് തഹജ്ജുദിൻ്റെ സമയത്താണ്. ഭാര്യ ഡോക്ടറാണ്, അനുജൻ ഡോക്ടറാണ്. ഭാര്യ കൂടെ കിടക്കുന്നു, അനുജൻ അപ്പുറത്ത് വീട്ടിലുണ്ട്. പക്ഷേ മരണമാരും അറിഞ്ഞില്ല. അത് അല്ലാഹുവിൻ്റെ തഖ്ദീറാണ്. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം 38-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് കേട്ട ആ ദിവസം സങ്കടത്തോടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ രംഗം നിങ്ങൾ മനസ്സിൽ കാണുക. 70 വയസ്സ് പിന്നിട്ടിട്ടുള്ള ഒരാളാണ്. 70 വയസ്സ് പിന്നിട്ടിട്ടുള്ള ആ മനുഷ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഡോക്ടർ ഹബീബ് മരിച്ചിടത്തേക്ക് പോവല്ലേ? അതെ, ഞാൻ ഡോക്ടർ ഹബീബ് മരിച്ചിടത്തേക്ക് പോവാണ് എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, അദ്ദേഹത്തിന് എന്നെ അറിയാം.
ഞാൻ ഏതായാലും അങ്ങോട്ട് പോകുന്നു, അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ഞാനും പോരട്ടെ നിങ്ങളുടെ കൂടെ? അദ്ദേഹം ചോദിച്ചത് അങ്ങനെ സാധാരണ ഒരു മനുഷ്യനാണ്, ഒരു തോർത്തൊക്കെ ഇങ്ങനെ തോളത്തിട്ട് ഒരു നാടൻ ഇക്കയായിട്ടുള്ളൊരു ചോദ്യം. ഞാൻ പറഞ്ഞു കയറിക്കോളിൻ. അങ്ങനെ എൻ്റെ വണ്ടിയിൽ കയറ്റി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളും ഡോക്ടർ ഹബീബും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? ഡോക്ടർ ഹബീബ് എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ഈ നാടൻ ഇക്കയും അദ്ദേഹവും തമ്മിൽ എന്താ ബന്ധമെന്ന് ഞാനിങ്ങനെ ചോദിച്ചറിയാം. അപ്പം അദ്ദേഹം പറഞ്ഞു അതൊരു വലിയ കഥയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് മക്കൾ ജനിച്ചിട്ടില്ല, ഇന്നേ വരെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സങ്കടപ്പെട്ട് വീട്ടിൽ കഴിയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അസുഖം വന്ന് കിടപ്പിലാണ്. എനിക്ക് ഹെർണിയ വന്നു. ഹെർണിയ വന്നപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ പൈസയുള്ളത് MESലാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു. MESൽ ഞാൻ പോയി മുഴുവൻ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഏകദേശം എത്ര കുറച്ചാലും ഒരു 25,000 രൂപയെങ്കിലും ഞാൻ കാണണമെന്ന് മനസ്സിലായി. 50 രൂപയും 100 രൂപയും ആളുകൾ ചായക്ക് വേണ്ടി തരുന്നത് മാത്രമാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ആകെയുള്ളൊരു ആശ്വാസം. അതല്ലാതെ 1000 രൂപ ഞാൻ കണ്ടിട്ടില്ല, 500 രൂപയും നമ്മൾ എന്താക്കിയിട്ടില്ല, സ്വന്തമായി അനുഭവിച്ചിട്ടില്ല. 100ഉം 200ഉം 300ഒക്കെ ആയിട്ട് ആളുകൾ ചായ കുടിക്കാൻ തരുന്നതാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ അരി കൊണ്ടുപോകാറുള്ളത്. അദ്ദേഹം സങ്കടത്തോട് കൂടിയിട്ട് പറയാണ്, അങ്ങനെ 25,000 എന്ന് ആലോചിച്ചപ്പോൾ 2,500 പോലും വകയില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുക എന്നാലോചിച്ചു. അങ്ങനെ ഞാൻ മെല്ലെ പുറത്തേക്കിറങ്ങുകയാണ്. വേദന സഹിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച്, ഓപ്പറേഷൻ വേണ്ട എന്ന് വിചാരിച്ച് MESൻ്റെ വരാന്തയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അവിടെ വേറെ പല കാര്യങ്ങളുണ്ടാകാം. കാരണം അവിടെ ചിലപ്പോൾ MES തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. 25,000 രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളെപ്പോലെ താടിയും വെച്ച് ജുബ്ബയും ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു കുഴലും വെച്ചിട്ട്, സ്റ്റെതസ്കോപ്പ് എന്ന് പറയാനുള്ള സ്കോപ്പൊന്നും ആ പാവത്തിനില്ല, കഴുത്തിൽ കുഴലിട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന മനുഷ്യനെ കണ്ടു. ഞാൻ അരികിൽ ഓടിയെത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ ഡോക്ടറാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ഇവിടുത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു ഹെർണിയുടെ അസുഖം, എൻ്റെ ഭാര്യ ഒറ്റക്കാണ്, മക്കളില്ല, പൈസയില്ല, അതുകൊണ്ട് എന്തു ചെയ്യും ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഹബീബ് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ടൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞത്രേ, നിങ്ങൾ അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇന്നെന്നെയോ എന്ന് ചോദിച്ചത്, ഇത് അങ്ങനെ ഒരു ഓപ്പറേഷനാണ്. ഹെർണിയ എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഒഴിവാക്കേണ്ടുന്ന സാധനമാണ്. ജസ്റ്റ് ഒരു ഓപ്പറേഷൻ, ഒറ്റ ദിവസത്തെ ഇത്, അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പിന്നെ ആരുമില്ലല്ലോ, അവരെ സങ്കടപ്പെടുത്തണ്ടല്ലോ. അങ്ങനെ ബൈസ്റ്റാൻഡേഴ്സിനെ ഒന്ന് വിളിച്ച് ജസ്റ്റ് അതൊക്കെ ഒപ്പിടിച്ച് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുമ്പ് അവസാനം ഡോക്ടർ ഹബീബായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ പറയാൻ, ആരോരുമില്ലാത്ത എനിക്ക് ഡോക്ടർ ഹബീബ് കഞ്ഞും കൊണ്ടുവരികയാണ്, അതും പ്രശസ്തനായ ഡോക്ടർ. അവിടുത്തെ ഓരോ കുട്ടികളും വല്ലാതെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഡോക്ടർ സ്വന്തം ഉപ്പക്കെന്ന പോലെ, പിതാവിനെന്ന പോലെ കഞ്ഞി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് കുടിച്ച് പിന്നെ മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. രാവിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസമായപ്പോൾ എത്രയാണ് ബില്ല് വരികയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏകദേശം 25,000 എത്രയാ കുറച്ചത് എന്ന് പറഞ്ഞുകൂടാ. ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് കൊണ്ടുവരിക്കണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു, ഇത് ഏകദേശം എത്ര ആവും, പൈസ പോലും നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. 25,000 രൂപ MESലേക്ക് ഡോക്ടർ ഹബീബിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അടച്ചിട്ടുണ്ട് എന്ന്. MESൻ്റെ വക ഫ്രീ അല്ല, ഡോക്ടർ ഹബീബ് എടുത്ത് അടച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഡോക്ടേഴ്സ് ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് ആളുകൾക്ക് ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തിട്ട് പൈസയൊക്കെ നിങ്ങൾ വാങ്ങിച്ചോ ഉള്ളവരുടെ കയ്യിൽ നിന്ന്. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ മനുഷ്യർ കടന്നു വരും, നയാ പൈസ കയ്യിലില്ല സാർ, നിങ്ങളൊന്ന് ഓപ്പറേഷൻ ചെയ്യുമോ എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ ഡോക്ടർ ഹബീബിനെ നിങ്ങൾ ഓർക്കണം. ഹബീബിനെ പോലെ ആകാൻ നിങ്ങൾ മെനക്കെടണം. അതിൻ്റെ പേരാണ് വിദ്യാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഡോക്ടേഴ്സായി നമ്മൾ മാറാനാണ് മുസ്ലിം ജമാഅത്ത് ഇവിടെ നമ്മളെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ലക്ഷ്യത്തോടു കൂടി പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അപ്പോഴാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. നമ്മൾ ഇന്നെവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയാണ് കടന്നു പോകുന്നത്? ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനാണോ നമ്മുടെ ജൈത്രയാത്ര? ഇതിൽ എത്ര പേര് ഡോക്ടേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? ഞാൻ പറഞ്ഞ മാതാപിതാക്കളുടെ സമ്മർദ്ദം കൊണ്ട് ആകല്ലാതെ രക്ഷയില്ല എന്നുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ കുറേ കുട്ടികളുണ്ടാവും, മാതാപിതാക്കളെ ഇഞ്ചക്ട് ചെയ്തിട്ട് ഡോക്ടേഴ്സ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. അത് ഞാൻ ഇതിന് ശേഷമുള്ള സെഷനിൽ മാതാപിതാക്കളോട് പറഞ്ഞോളാം. കാരണം അതിന് പറ്റുന്ന ആൾക്കാരെ ഡോക്ടേഴ്സ് ആകേണ്ട കാര്യമുള്ളൂ, എല്ലാവരും പിടിച്ച് ഡോക്ടേഴ്സ് ആക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും സ്വന്തത്തിൽ എനിക്ക് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നും ആഗ്രഹിക്കുന്നവർ.
ഗൈനക്കോളജിസ്റ്റുകളായിരിക്കും കൂടുതൽ ഉണ്ടാകുക അല്ലേ? നിങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ മാത്രമല്ല കേട്ടോ, ഞാൻ തമാശ പറഞ്ഞതാണ്. ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ആരുമില്ലേ ഡോക്ടേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർ? ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇത്രയും ഡോക്ടേഴ്സ് ഉണ്ട്. ഇതാ കണ്ട പെൺകുട്ടികളെ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർ. പെൺകുട്ടികളുടെ അത്ര പഠനം ഇന്ന് ആൺകുട്ടികൾക്കില്ല. പെൺകുട്ടികൾ വേണമെങ്കിൽ ഒന്ന് കൈയടിച്ചോ അതിന് വേണ്ടിയിട്ട്. പെൺകുട്ടികളാണ് ഏറ്റവും സ്ട്രോങ്ങിൽ പഠിക്കുന്നവർ. പക്ഷേ ഭാവിയിൽ വലിയൊരു ദുരന്തം വരാനിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കൈയടിച്ചല്ലോ, അമ്മാതിരി മൈന്തന്മാരെയാണ് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടി വരിക. ഞാൻ നിങ്ങളെ കുഴപ്പം പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ വെറുതെ നിങ്ങളെ മോശമാക്കിയല്ലേ, തമാശ പറഞ്ഞതാണ്. ഈ കൊല്ലത്തെ മുഴുവൻ മക്കളും ആൺകുട്ടികളും നല്ല മിടുക്കന്മാരായ കുട്ടികളാണ്. അതുകൊണ്ട് ഭാവിയിൽ ഒരു സോഷ്യൽ ഇഷ്യൂ വരാനിരിക്കുന്നു ആൺകുട്ടികൾ പഠിച്ചിട്ടില്ല എങ്കിൽ. വേറെയുള്ളത് ഞാൻ തമാശ പറഞ്ഞതാണ്, മക്കളെന്നോട് ക്ഷമിക്കണം കേട്ടോ, ഇടയ്ക്കൊരു തമാശയും വേണമല്ലോ, അതുകൊണ്ടാണ്. ശരി, എല്ലാവരും ഇവർക്ക് വേണ്ടി ഒന്ന് കൈയടിച്ചു കൊടുത്തട്ടെ. ആൺകുട്ടികൾ എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്തു. ഭാവിയിലെ ഡോക്ടേഴ്സാണ്. ഇരുന്ന് ഇവിടെ എത്ര പേരുണ്ട് എഞ്ചിനീയേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർ? JEE ഒക്കെ എഴുതി IIT-യിലോ NIT-യിലോ അല്ലെങ്കിൽ CET-യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശസ്തമായ രണ്ടാം അറിയപ്പെടുന്ന നമ്മുടെ TKM എഞ്ചിനീയറിംഗ് കോളേജിലോ എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എഞ്ചിനീയേഴ്സ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിന്നോളിൻ. ഇവിടെ ആരും ഇല്ലേ ഇനി എഞ്ചിനീയർ ആകാൻ പറ്റിയവർ? വേഗം എഴുന്നേറ്റുന്ന മക്കളെ, സമയമില്ല നമ്മുടെ മുമ്പിൽ. എത്ര പേരുണ്ടെന്ന് നോക്കിയാട്ടെ. ഈ 2-3 ആൾക്കാരുണ്ട്, എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്താട്ടെ. ശരി, PSC എഴുതിയിട്ട് നല്ല രീതിയിൽ നല്ല പൊസിഷനിലെത്താൻ കൊല്ലം PSCയുടെ ഈറ്റില്ലമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തഹസിൽദാർ മുതൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വില്ലേജ് ഓഫീസർ മുതൽ അങ്ങോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും PSC എഴുതിയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. വേഗം എഴുന്നേറ്റ് നിന്നോ, സമയമില്ല. PSC എഴുതിയിട്ട് പബ്ലിക് സർവീസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെന്ന് എഴുന്നേറ്റാട്ടെ. കേരള PSC ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാ ഭാവിയിൽ. എല്ലാവരും ഒന്ന് കണ്ടേക്ക്, ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ചു കൊടുത്തേക്ക്. റൈറ്റ്, ഇരുന്ന മക്കളെ. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൽ എത്ര പേര് ഭാവിയിൽ ബിസിനസ്സുകാരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്? ബിസിനസ്സുകാരാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്ന്, ആൺകുട്ടികൾ കുറേ കൂടുതൽ അതായിരിക്കും ഉണ്ടാവുക, എങ്ങനെയെങ്കിലും ഒന്ന് ബിസിനസ്സുകാരാകണമെന്ന്. നല്ല ബിസിനസ്സുകാർ. ഇനി ആരൊക്കെയുണ്ട് ബിസിനസ്സുകാരാകാൻ ആഗ്രഹിക്കുന്നത്? പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നോ. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാവാം. നിങ്ങളൊരു മേഖല അവിടെ ഒന്ന് നിൽക്കട്ടോ. നേരത്തെ പറഞ്ഞതിന് MBBS വേണമെന്ന് നമുക്കറിയാം ഡോക്ടറാകണമെങ്കിൽ, അല്ലെങ്കിൽ BAMSO BUMSO BHMSO BDSO എന്തെങ്കിലുമൊക്കെ വേണം. ഈ മക്കൾ അവിടെ നിൽക്കുക, ബിസിനസ്സുകാർ അവിടെ നിൽക്കുക. ഇതാ വളരെ ശ്രദ്ധിച്ചോളെ. ഞാനും ഒരു ചെറിയ ബിസിനസ്സുകാരൻ, അതുകൊണ്ട് പറയാം. എന്ന് വെച്ചാൽ MBBS കഴിഞ്ഞാലേ ഡോക്ടറാകാൻ പറ്റൂ. ഇതേപോലെ തന്നെ BTech കഴിഞ്ഞാലേ നല്ലൊരു എഞ്ചിനീയർ ആകാൻ പറ്റൂ. ഇത് നമുക്കറിയാം. ബിസിനസ്സുകാരാകുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും വേണ്ട. വാപ്പൻ്റെ കയ്യിൽ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാമെന്നാണ് നമ്മുടെ ഒരു വിചാരം. അത് അവസാനിപ്പിച്ചേക്കുക. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ് നടക്കേണ്ടത്. എഴുന്നേറ്റവരെനി ഇരിക്കണ്ട കേട്ടോ. എന്നാൽ ഞാൻ ഒന്ന് ആ കൈ കൊണ്ട് ഇങ്ങനെ കണ്ണ് പൊത്തിയവനൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. അവിടെ നീ എഴുന്നേറ്റിട്ട് ഇരുന്ന ആളാണ്, കോൺഫിഡൻസ് തകരാൻ പാടില്ല. എനിക്കത് ഇങ്ങനെയൊക്കെ കാണാം കേട്ടോ. അത് ഞാനിപ്പോൾ അങ്ങോട്ടല്ലേ നോക്കണത്. ഇതാ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ലാസ്റ്റത്തെ ആൾ, ഞാൻ ആ മോനെയാണ് നോക്കുന്നത്, പക്ഷേ ഇവർ അനങ്ങാതിരിക്കുന്നു എന്നറിയാം. നിങ്ങൾ വെറുതെ ഒന്ന് കയ്യണക്കിയാട്ടാ ലാസ്റ്റ് ഇരിക്കുന്ന ആൾ ഇവിടെ. ഞാൻ അങ്ങോട്ട് നോക്കുന്നൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ആളോടെ പറഞ്ഞു ജസ്റ്റ് ഒന്ന് അനക്കിയാട്ടെ. ഓക്കെ റൈറ്റ്, നിങ്ങൾ അനക്കുന്നില്ലല്ലോ, നിങ്ങളോടെ ഞാൻ പറയുന്നത്. ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നേ. ഓക്കെ റൈറ്റ്. അപ്പോൾ അവരനക്കുന്നില്ല എനിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങോട്ട് നോക്കിയാലും കാര്യം കാണും. അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഇരുന്നാലും ഞാൻ അങ്ങോട്ടാണ് നോക്കണമെങ്കിൽ ഇവിടെ നടക്കുന്നത് കുറേശ്ശെ കാണാം. അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ കുട്ടി അവിടെ കൈപ്പൊക്കി, ആ കുട്ടി പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല. ഈ ഇങ്ങനെ കൈ ഇങ്ങനെ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ എത്ര പേരായിരിക്കുന്നതെന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നു. അതിനൊരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് നോക്കിയിട്ട് അവിടെ എത്ര ആളായിരിക്കുന്നത് പറയാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇതേപോലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ബിസിനസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ പീക്കിലേക്ക് കയറാൻ ശ്രമിക്കലാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി IIM-ലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എത്തലാണ്. അതിന് ഡിഗ്രി കഴിഞ്ഞ് CAT എന്ന് പറയുന്ന എക്സാമുണ്ട്. അതേതാ കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അത് പാസ്സായി IIM-ലേക്ക് എത്തി, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏതെങ്കിലും ടോപ്പ് റേഞ്ചിലുള്ള യൂണിവേഴ്സിറ്റിയിലെത്തി. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PG കഴിഞ്ഞിട്ടല്ലാതെ നമ്മളാരും ബിസിനസ് തുടങ്ങരുത്. അപ്പോൾ ഈ തുടങ്ങിയവരൊക്കെ ഇപ്പം എങ്ങനെ തുടങ്ങിയത് സാറേ എന്ന് ചോദിക്കും. ഇത്രയും കാലഘട്ടം പോലെയല്ല. ഇതുവരേക്കും പൈസയുള്ളവരായിരുന്നു ബിസിനസ് തുടങ്ങിയിരുന്നത്. ഇനി പൈസയില്ലാതെ ബിസിനസ് തുടങ്ങാൻ പറ്റിയവസായിട്ട് മാറിയിട്ടുള്ള കുട്ടികളാണ്. അവരൊക്കെ എത്ര സാഹസത്തിലൂടെ അവിടെ എത്തിയത് നമുക്കറിയാം.
അങ്ങനെ പോകണമെന്ന് വിചാരിച്ച് നിങ്ങൾ പോയാലും എത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊഫഷണലി ലോഞ്ച് ചെയ്യണം. വെറുതെ സ്പോർട്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കളിക്കരുത്. സ്പോർട്സിലേക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നവരെ പോയിട്ട് കാര്യമുള്ളൂ. ഇരുന്നു മക്കളെ. ഇനി ഇതൊന്നുമല്ലാതെ സാർ ഞങ്ങൾക്ക് ഇതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ആവൽ വലിയ സംഭവമൊക്കെ തന്നെയാണ്. പക്ഷെ ഇൻ്റലക്ച്വലി ഇതിനേക്കാളൊക്കെ ഉയരത്തിലേക്ക് എത്തണം, സിവിൽ സർവീസിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. IAS, IPS, IFS, IES, IRS ഒക്കെ എഴുതി, IIS ഒക്കെ എഴുതി, ഏറ്റവും അത് ഒന്നിച്ചൊരു ടെസ്റ്റാണ്, അതിൻ്റെ റാങ്കിങ് ആണ് നിശ്ചയിക്കുക. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇന്ത്യയിലെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാരൊക്കെയാണ്? ഇത്രയും കുട്ടികളുണ്ട് സിവിൽ സർവീസിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ വയസ്സ് ചെറുതല്ല. ഇനി അതിനേക്കാൾ മുകളിലേക്ക് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം മുമ്പ് പല രാജ്യങ്ങളും കോർത്തിണക്കപ്പെട്ടതായിരുന്നു വിഭജനത്തിന് മുമ്പേ. ആ പ്രദേശത്തേക്ക് ദീനുമായി വന്ന് ആ ദീന് മൊത്തത്തിൽ ഇന്ത്യയിൽ വ്യാപിപ്പിച്ച് എല്ലാ മനുഷ്യരെയും സന്തോഷിപ്പിച്ച് അവസാനം ദൗത്യം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചിട്ട് ഇവിടത്തെ ഹൈന്ദവരായിട്ടുള്ള സഹോദരന്മാർ പോലും വിതുമ്പി കരഞ്ഞിട്ടുണ്ട്. അബുൽ ഖാസിം നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ദൗത്യം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഉത്തരേന്ത്യൻ ഭാഗത്തുള്ള മുഴുവൻ മനുഷ്യരും അബുൽ ഖാസിമെ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ് വിതുമ്പിക്കരഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ വയസ്സ് ഏകദേശം 19ഉം 20ഉമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. 20ാമത്തെ വയസ്സിൽ തിരിച്ചു പോകുമ്പോഴാണ് ഇന്ത്യ വിലപിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം 20ാമത്തെ വയസ്സ് അത്ര ചെറുതല്ല. മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ താല അൽ ബദ്രു അലൈന എന്ന് പറയുന്ന കവിതകളൊക്കെ? അതെപ്പോഴാ ചൊല്ലിയത്? എൻ്റെ മക്കളൊന്ന് ഓർത്ത് പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുമ്പോഴാണ്. മദീനയിലേക്ക് പോയി ഏറ്റുവാങ്ങുന്ന സമയത്ത് അവർ ചൊല്ലിയ കവിതയാണ് താല അൽ ബദ്രു അലൈന. അതിന് 1 വർഷം മുമ്പേ അങ്ങോട്ടൊരു ചെറുപ്പക്കാരൻ അയക്കുകയുണ്ടായി. ചരിത്രം നിങ്ങൾക്കറിയാലോ. ഒരു ചെറുപ്പക്കാരനെ അയക്കുന്നതിന് മുമ്പ് അവർ ആവശ്യപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അവരാവശ്യപ്പെട്ട കാര്യം, ഞങ്ങളിലേക്ക് വരുന്ന ആള് നല്ല സൗന്ദര്യമുള്ള ആളായിരിക്കണം. അല്ലാമ ശിബ്ലി നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി ഭാഗങ്ങൾ പൂർത്തീകരിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിലേക്ക് വരുന്ന ആള് നല്ല സൗന്ദര്യമുള്ള ആളായിരിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം വിളിച്ചത് മദീനക്കാർ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വരാൻ സമയമായിട്ടില്ല. അങ്ങനെയാണ്. എന്നാൽ വരുന്ന ആൾ നല്ല സൗന്ദര്യമുള്ള ആളായിരിക്കണം. പിന്നെ വരുന്ന ആൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളായിരിക്കണം. കാരണം ഞങ്ങളുടെ നാട്ടുകാർ അത് ഇഷ്ടപ്പെടുന്നവരാണ്. വരുന്ന ആൾ ചെറുപ്പക്കാരനായിരിക്കണം. വരുന്ന ആൾ പ്രതാപിയായിരിക്കണം. ഉന്നത കുടുംബത്തിലെ ആളായിരിക്കണം. ഇങ്ങനെ ഒരുപാട് ഡിമാൻഡ് വെക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, ആരെയാണ് നമ്മൾ വിടുക എന്ന ചോദ്യത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നത് മിസ്അബ് ബിൻ ഉമൈർ എന്നാണ്. കാരണം നിങ്ങൾ വെറുതെ മനസ്സിലൊന്ന് കണ്ടു നോക്ക്. ഒരു കാലഘട്ടത്തിൽ മക്കയിൽ ഇങ്ങനെ നടക്കുമ്പോൾ രാജകുമാരനെ പോലെയുള്ള മിസ്അബിനെ എല്ലാവരും ഇങ്ങനെ നോക്കുമായിരുന്നു. അത്രമാത്രം സൗന്ദര്യമായിരുന്നു മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. ഏകദേശം 17-18 വയസ്സുള്ള സമയത്ത് ദീനിലേക്ക് കടന്നു വന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി മാറി. അപ്പോഴേക്കും എന്തായി? അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അത്തറിൻ്റെ വാസന ഏകദേശം കിതാബുകളിൽ കാണുന്നത് അപ്പുറത്തേക്ക് കുറേ വീശിയടിക്കുമായിരുന്നു എന്നാണ്. കാരണം വിദേശ നിർമ്മിതമായ ഡ്രസ്സുകളും വിദേശത്ത് തയ്യാറാക്കിയിട്ടുള്ള അത്തറുകളുമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അത്ര വലിയ കുബേരനായിരുന്നു മിസ്അബ്. അതുകൊണ്ട് തന്നെ സൗന്ദര്യവാനായ ഈ ഇത്ര വലിയ പ്രതാപിയായ ഉന്നത കുടുംബത്തിൽപ്പെട്ട ആളെ അങ്ങോട്ടയക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ ദീന വിശ്വസിച്ചതിൻ്റെ പേരിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നിയോഗിക്കുകയാണ്. പോകുന്ന സമയത്ത് മക്ക വിട്ട് സങ്കടത്തോടെ കടന്നു പോകുമ്പോൾ മദീനക്കാർ സ്വീകരിച്ച് മദീന മുഴുവനും മാറ്റിമറിച്ച് ഒറ്റ വർഷം കൊണ്ട് മദീനയെ മുഴുവനും തയ്യാറാക്കി. മുഴുവൻ മദീനയെയും ആകെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരൻ മാറ്റിമറിച്ചപ്പോൾ പിന്നീടാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങോട്ട് വരാൻ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് യാത്ര ചെയ്യുന്നതും. എല്ലാവരും നോക്കി നിൽക്കാൻ. പക്ഷേ 3 ദിവസം കാത്തുനിന്ന് സൗർ ഗുഹയിൽ ശത്രുക്കൾ പിടിക്കുമോ എന്ന് ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ തീരുമാനം വരാൻ വേണ്ടി സൗർ ഗുഹയിൽ 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ കൂടെയുണ്ട്. അപ്പുറത്ത് നടക്കുന്നൊരു സംഭവമുണ്ട്, മനസ്സുകൊണ്ടെന്ന് കണ്ടുനോക്കിയാട്ടെ. മദീനക്കാരെല്ലാവരും കൂടി ഇന്നെത്തുമെന്ന് വിചാരിച്ചൊരു കുന്നിൻ്റെ മുകളിൽ പോയി നിൽക്കുന്നു. എന്നിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, കാണാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ഇവരാരും കണ്ടിട്ടേ ഇല്ല. അതിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. കുട്ടികൾ ചോദിക്കുകയാണ്,
ഞങ്ങളുടെ റസൂൽ നിങ്ങളെപ്പോലെ സൗന്ദര്യമുണ്ടോ? അതിൽ മിസ്അബ് റളിയല്ലാഹു തന്നെ ചോദിക്കുകയാണ്, എൻ്റെ സൗന്ദര്യം എന്ത് സൗന്ദര്യം? എന്നേക്കാൾ 1000 മടങ്ങ് സൗന്ദര്യമാണ് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ചോദിച്ചു, ഞങ്ങളുടെ റസൂൽ നിങ്ങളെപ്പോലെ സംസാരിക്കുന്ന ആളാണോ? അതിൽ മിസ്അബ് റളിയല്ലാഹു തന്നെ പറഞ്ഞു, എൻ്റെ സംസാരം എന്ത് സംസാരം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ മുത്തുകൾ പറക്കുന്നത് പോലെ നമുക്ക് തോന്നും. മുത്തുകൾ തന്നെ പവിഴങ്ങളായി, അത് തന്നെ വാക്കുകളായി പുറത്തേക്ക് ഒഴുകുന്നത് പോലെ നമുക്ക് തോന്നും. പിന്നെ ചോദിച്ചു, ഞങ്ങളുടെ റസൂൽ അതീവ പ്രതാപിയാണോ? എൻ്റെ പ്രതാപം എന്ത്? ഈ ലോകത്തിൽ ഏറ്റവും പ്രതാപിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാത്തിരിക്കാൻ 1-ാമത്തെ ദിവസം കഴിഞ്ഞു പോയി, 2-ാമത്തെ ദിവസം കഴിഞ്ഞു പോയി. അവർ നിരാശയോടുകൂടി വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങും. 3-ാമത്തെ ദിവസവും ഏകദേശം മഗ്‌രിബോട് അടുത്ത സമയം എല്ലാവരും കാത്തിരുന്ന് ഇരുള് മൂടുന്നു എന്ന് കണ്ടപ്പോൾ അവർ നിരാശയോട് കൂടിയിട്ട് യാത്ര തിരിക്കാൻ. അപ്പോഴാണ് അവിടെ ഒരു ആട്ടിടയൻ, പാവമാട്ടിടയൻ. എല്ലാവരും മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സങ്കടത്തോടെ നോക്കി നിൽക്കാൻ, കണ്ണുകൾ നിറയുന്നുണ്ട്. എന്തേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാത്തത്? ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ഒട്ടകത്തെ പ്രത്യക്ഷപ്പെടുത്താൻ. ദൂരെ നിന്ന് നടന്നു വരുന്ന ഒട്ടകം, ആ ഒട്ടകത്തിലുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹം വിളിച്ചു പറയാണ്, അള്ളാന്റെ റസൂല് വരുന്നേ, നിങ്ങളെല്ലാവരും വരും, അള്ളാന്റെ റസൂല് വരുന്നേ. ആ പോയ ജനത മുഴുവനും തിരിച്ചു വന്ന് താലഅൽ ബദ്റു അലൈനാ എന്ന് പറയുന്ന കാവ്യം ചൊല്ലിക്കൊണ്ട് സ്വീകരിച്ചത് നമുക്കറിയാം. അന്ന് മിസ്അബ് റളിയല്ലാഹു തആലയുടെ വയസ്സ് നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഏകദേശം 18-19 വയസ്സാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വീകരിക്കാൻ തയ്യാറാക്കുമ്പോൾ അത്രയും ചെറുപ്പക്കാരനാണ്. ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇവിടെ 18, 19, 16, 17 ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉയർന്നു വന്നത് ഈ പ്രായത്തിലാണ്. ഞാനങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നത്, ഞാൻ ഏതൊരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അധ്യാപകൻ ചെറുപ്പകാലഘട്ടത്തിൽ ജനാബ് MP അബ്ദുസ്സമദ് സമദാനി സാഹിബാണ്, ചെറുപ്പകാലത്തെ അധ്യാപകൻ. അതുകൊണ്ട് തന്നെ സമദാനി സാഹിബ് 7 വർഷത്തോളം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, 7-8 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. സമദാനി സാഹിബ് ആദ്യം പ്രസംഗകനായിരുന്നത് എവിടുന്നാണെന്നറിയോ? കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനാണല്ലോ അദ്ദേഹം. എത്രയോ വർഷങ്ങൾ നീണ്ടുനിന്ന പല ഉസ്താദുമാർ അദ്ദേഹത്തെയാണ് അനുകരിക്കാറ് പോലുള്ളത്, സൗണ്ട് കൊണ്ടും മറ്റുമൊക്കെ. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, 17 വയസ്സുള്ള സമയം, ഫറൂഖ് കോളേജാണ് സന്ദർഭം. ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞാൽ മലബാറിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസാണ്. 3000-ലധികം കുട്ടികളുടെ പ്രോഗ്രാം നടക്കാൻ. കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനെ കൊണ്ടുവന്നിരിക്കാൻ. ആ സാഹിത്യകാരൻ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത്ര കേൾക്കാത്തതിൻ്റെ പേരിൽ കുട്ടികൾ ഇങ്ങനെ ശല്യപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. ചില മൂലകളിൽ നിന്നും അറിയാതെ കൂവലുകളുണ്ടായി. ആ മനുഷ്യരെ ഇരുത്താൻ വേണ്ടിയിട്ട് പ്രസംഗിച്ച പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം. അവിടെയുള്ള മുഴുവൻ കുട്ടികളെയും ഇരുത്തിക്കൊണ്ട് അന്നത്തെ പ്രീ ഡിഗ്രിക്കാരൻ്റെ പ്രസംഗം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ, ഇതാരെന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയ ശകലങ്ങളും മുഴുവൻ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ 3000-ഓളം വരുന്ന കുട്ടികളെ ഇരുത്താൻ ശ്രമിച്ച പ്രസംഗമാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഞാൻ പ്രതിപാദനായ പ്രഭാഷകൻ ജനിച്ചു വരുന്നത് 17-ാമത്തെ വയസ്സിലാണ്, അല്ലാതെ ഒരിക്കലും 40-ാമത്തെ വയസ്സിലല്ല. ഞാൻ സമദാനിയെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ലോകത്തിൽ ഓരോ ആളുകളും വളർന്നു വരുന്നത് 12-ൻ്റെയും 20-ൻ്റെയും ഇടക്കാണ്. അപ്പോഴാണ് നമ്മുടെ രേഖകളെ നമ്മൾ നിശ്ചയിച്ചു വെക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. അപ്പം നമ്മൾ ഈ പ്രായത്തിൽ 12 വയസ്സിൻ്റെയും ഏകദേശം 25 വയസ്സിൻ്റെയും ഇടക്കാണ് സെൻട്രൽ ഡെലോം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഈ ഭാഗത്തുണ്ട്. സെൻട്രൽ ഡെലോം വികസിതമാകുന്നത് 25 വയസ്സിലാണ്. അതിൻ്റെ ഇടക്കാണ് നമ്മുടെ പ്രതിപാദനത്വം വളരുന്നത്. അത് വെച്ചാണ് സൈന്യവ്യൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇരച്ചു കയറുന്നവയെ തന്നെ സത്യം, പോകുന്ന സമയത്ത് പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് പൊടിപടലങ്ങൾ പാറിക്കുന്നവയെ തന്നെ സത്യം എന്ന് കുതിരയെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ കുതിരയോട്ടം പോലെ അതിശീഘ്രഗതിയിൽ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടവരാണ്. ദാ ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഒരാൾ പോലും അതിൽ നിന്ന് അസ്തമിച്ചു പോകരുത്, ഒരാൾ പോലും അതിൽ നിന്ന് വഴിതെറ്റിപ്പോകരുത്. കാരണം നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള പലായനത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന ചെറിയ മക്കളാകട്ടെ വലിയ കുട്ടികളാകട്ടെ ഉഗ്രമായ ശീൽക്കാരത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടവരാണ്. അപ്പോൾ ആനയോട്ടം പോലെ തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. ആ തിരിഞ്ഞു നോട്ടത്തിൻ്റെ ഭാഗമാണ് ഏതെങ്കിലും പയ്യന്മാർ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ഹ്യൂമൻ സൈക്കോളജി പറയാം. ആൺകുട്ടികളുടെ ഒരു അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ഈ നല്ല കുട്ടികളെക്കുറിച്ചല്ല പറഞ്ഞോട്ടെ, ഇവിടെ എല്ലാവരും നല്ല കുട്ടികളാണ്, ഞാൻ ഇവരെക്കുറിച്ചല്ല പറയുന്നു. പൊതുവെയുള്ള ആൺകുട്ടികൾ പ്രണയം, കല്യാണം കഴിച്ചിട്ട് ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് വേറെ ആരുത്തല്ല പ്രണയം, കല്യാണത്തിന് മുമ്പല്ല പ്രണയം. പ്രണയം ആസ്വദിക്കാം, നമുക്ക് പ്രണയത്തിൻ്റെ മൂർധന്യത ആസ്വദിക്കാം, പ്രണയിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആര് തമ്മിലായിരിക്കണം?
അതിനാ നമുക്ക് വിവാഹം തന്നിട്ടുള്ള. വിവാഹം കഴിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയിക്കണം. ആ പ്രണയം അതീവ രസകരമാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഉമ്മമാരെ പ്രയാസപ്പെടുത്തി ഉപ്പമാരെ പ്രയാസപ്പെടുത്തി അങ്ങനെയല്ല നമ്മളാകേണ്ടത്. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും പോയി അവസാനിക്കും. മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേരളക്കരയിൽ നിന്ന് 3500-ലേറെ കുട്ടികൾ ഇപ്പോൾ ചാടിപ്പോയി എന്നാണ് കണക്ക്. 3500-ലേറെ കുട്ടികൾ കേരളത്തിലെ, പ്രത്യേകിച്ച് അതിൽ കൂടുതലും ഏത് ജില്ലയിൽ നിന്നാണെന്ന് ഞാൻ പറയേണ്ടത്. ആ ജില്ലയുടെ കണക്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ജില്ലയും പെടുമായിരിക്കാം. ഈ ചാടിപ്പോക്കിൽ, ഈ പ്രണയത്തിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ഞാൻ ആയിരക്കണക്കിന് കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഈ ചാടിപ്പോകുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കണേ, ഒരു ആൺകുട്ടി മെസ്സേജ് അയച്ചാൽ ആ ആൺകുട്ടിയെ കിട്ടണമെന്ന ധാരണയിൽ അവൾ ഇറങ്ങി പുറപ്പെടും. അങ്ങനെ പുറപ്പെട്ടവരായി 3500ഓളം കുട്ടികൾ കണക്കനുസരിച്ച്. ഈ 3500 കുട്ടികളും 2-3 മാസം ഒന്നിച്ചു കഴിഞ്ഞ് പിന്നെ അവർ തമ്മിൽ വഴക്കായി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് കാത്തിരിക്കാൻ വീട്ടുകാരവിടെ ഉണ്ടാകില്ല. കാരണം നിങ്ങളെല്ലാ അഭിമാനത്തെയും ചവിട്ടി അരച്ചുകൊണ്ടാണ് പോയത്. പാവം ഒരു പെൺകുട്ടിയുടെ മാതാവ് പർദ്ദയണിഞ്ഞ് കോടതിയുടെ വരാന്തയിൽ വെച്ച് ആ രംഗൊന്നാലോചിച്ച് നോക്കട്ടെ നിങ്ങൾ. ഈ കുട്ടി ഒരു അന്യമതസ്ഥനായ ഒരാളുടെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ചിലപ്പോൾ എല്ലാ മതസ്ഥരും തമ്മിൽ കല്യാണം കഴിക്കാനൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്തിനാണ് നമ്മളെല്ലാവരും മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയിട്ട് അതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? നിയമത്തിന് അങ്ങനെ ഒരു പഴുതുണ്ട് എന്ന് വിചാരിച്ച് ഒരു ഹൈന്ദവ കുട്ടികളും ഒരു മുസൽമാനെയും കല്യാണം കഴിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി? നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു മുസ്ലിം കുട്ടിനെ പ്രണയിച്ച് ഒരു ആൺകുട്ടിനെ പ്രണയിക്കണ്ട. ഞാൻ പറയുന്നത് ദീനിയായ കാര്യമാണ്. കാരണം ഉസ്താദുമാരോട് ചോദിക്കുക, ആദ്യം തന്നെ ഹദീസ് എങ്ങനെയാണ് വരുന്നത്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഹദീസാണ്. സിഹാഹു സിത്ത എന്ന് പറയും. 6 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ബുഖാരി ഷെരീഫാണ്. അത് കഴിഞ്ഞാൽ മുസ്ലിമാണ്. ഇങ്ങനെ 6 എടുത്തു നോക്കിയാലും എല്ലാം തുടങ്ങുന്നത് ഒറ്റ ഹദീസ് തുടങ്ങിയിട്ടാണ്. ഒരു ഹദീസാണ് അതിൻ്റെ തുടക്കം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അതിലെന്താ പറഞ്ഞത്? നീ ഒരു പെണ്ണിനെ തേടിയാണ് ഹിജറ പുറപ്പെട്ടതെങ്കിൽ പെണ്ണ് നിനക്ക് ലഭിക്കും. നീ അധികാരം തേടിയാണ് പുറപ്പെട്ടതെങ്കിൽ അധികാരം നിനക്ക് ലഭിക്കും. അതല്ല, നീ പുറപ്പെടുന്നത് അള്ളാഹുവിനെയും അവൻ്റെ വിശ്വാസമേയും തേടിയിട്ടാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. അതിൻ്റെ അർത്ഥം പെണ്ണിനെ തേടി പുറപ്പെട്ട പെണ്ണിനെ കിട്ടുള്ളൂ, ദീന് കിട്ടൂല എന്നുള്ളതാണ്. കിട്ടിയിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാതൊക്കെ വേറെ കാര്യം. ഞാൻ പറയുന്നത് ഒരു വിവാദവുമല്ല. ഞാൻ പറയുന്നത് നിൽക്കുന്നവർ അവിടെ തന്നെ നിന്നോട്ടെ. അതിനുവേണ്ടി തർക്കിക്കാനും അതിനെ പിന്നെ മറ്റു പല ജിഹാദുകളായി ചിത്രീകരിക്കാനും നമ്മളില്ല. ഒരൊറ്റ ഹൈന്ദവ പെൺകുട്ടിയും ഒരു മുസൽമാൻ്റെ കൂടെയും പോണ്ട. ഹൈന്ദവ പെൺകുട്ടികൾ അവരുടേതായ കല്യാണം നടത്തിയാൽ മതി. ഞാൻ പറയുന്നത് നിയമപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ സാധൂകരവും വീട്ടുകാരൊക്കെ തയ്യാറുവാണെങ്കിൽ നിയമപരമായിട്ട് നടത്തുന്നത് നമുക്ക് കുഴപ്പമില്ല. ഞാൻ നിയമത്തിനെതിരെ പറയല്ല. പക്ഷേ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ പോകരുത്. അങ്ങനെ ഒരു കുട്ടി പോയി, ജില്ല ഞാൻ പറയുന്നില്ല, ആ ജില്ലയിലെ കുട്ടി പോകുമ്പോൾ ഉമ്മ കോടതിയുടെ ഇതുപോലെയുള്ള പ്രതിക്കൂട്ടിൽ നിന്നിട്ട് ജഡ്ജി പറഞ്ഞിട്ട് വിധിച്ചപ്പോഴേക്കും ഒന്നവിടെ ബോധം കെട്ട് വീണ് അവിടുന്ന് വെള്ളം കുടഞ്ഞപ്പോൾ എഴുന്നേറ്റ് മോളേന്നും പറഞ്ഞ് ഓടി. വരാന്തയിലൂടെ ഓടിയ ആ രംഗം നിങ്ങൾ ആലോചിക്കണം. വരാന്തയിലൂടെ ഓടിയിട്ട് ഒരു പാവം മാതാവ് 10 മാസം പോക്കുകളെല്ലാം നഷ്ടങ്ങളെ ഉണ്ടാക്കൂ, ഒരിക്കലും ഒരു ലാഭവും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് പ്രണയത്തിൻ്റെ ലോകമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുക എന്നത് അബദ്ധസഞ്ചാരമാണ്. ഒരിക്കലും നമ്മൾ അതിലേക്ക് പോകാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത്, എൻ്റെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഡ്രഗ്സിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പോകരുത്. ഇത് ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ. എന്താ ഡ്രഗ്സിൻ്റെ ലോകം? ഇവിടെ ശ്രദ്ധിക്കണേ. എല്ലാ കുട്ടികൾക്കും അതൊന്നും അറിയില്ല. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിയണം. ഡ്രഗ്സിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ ലോകമാണ്. അതിലേക്ക് ഞങ്ങൾ പോകൂല സാറേ, ഞങ്ങൾക്ക് പോകാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. പക്ഷേ ചതിക്കുഴിയിൽ വീഴാണ്, ചതിക്കുഴിയിൽ വീഴാണ്. വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. മദ്രസയിലേക്ക് പോകുന്ന പാവം കുട്ടികളുടെ കയ്യിൽ വരെ മിഠായി കൊടുക്കുന്ന കാലഘട്ടമാണിത്. ഏത് മിഠായി? പാവം കുട്ടി വിചാരിച്ചിട്ടുള്ളത് ഈ മിഠായി എനിക്ക് ഇക്ക സമ്മാനമായി തന്നതാന്നാണ്. ഒരു കുട്ടിയെ നമ്മൾ കൗൺസിലിംഗ് നടത്തിയപ്പോൾ മനസ്സിലായത്, കുട്ടി മദ്രസയിലേക്ക് പോവാണ്. 12 വയസ്സോ 11 വയസ്സോ കുട്ടിയെ പറ്റി ഉമ്മ പറയാണ്. കുട്ടിക്ക് പറയാപ്പോൾ പറ്റുന്നില്ല, കാരണം അത്രമാത്രം അഡിക്റ്റായിപ്പോയി. ആ കുട്ടി മദ്രസയിലേക്ക് പോകുമ്പോൾ ഒരു ബൈക്കാരൻ വരികയാണ്. ബൈക്കാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണ്? ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇതേതാ സ്ഥലം? നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലത്തിൻ്റെ സൂര്യനാട് എന്ന് പറയുന്ന സ്ഥലമാണ്. സൂര്യനാട് എന്ന് പറയുന്ന ഈ സ്ഥലത്തുനിന്ന് ചോദിക്കാണ്,
കൊല്ലം കരുനാഗപ്പള്ളിയിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ കുട്ടിയൊക്കെ അറിയുന്നത് കൊണ്ട് അവർ കാണിച്ചു കൊടുക്കുന്നത് ഈ റൂട്ടിലൂടെ പോയാൽ മതി എന്ന്. നമ്മൾ മദ്രസയിലേക്ക് പോവാൻ. അപ്പോൾ ആ ബൈക്കാരൻ നിർത്തും, എന്നിട്ട് ചോദിക്കും, മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ട് കേട്ടോ, ഉഷാറായി മോൻ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കുട്ടിക്കൊരു അപ്രീസിയേഷൻ തോന്നും, ഹൈ ഇന്നൊക്കെ ഭയങ്കരമായിട്ട് ആദരിച്ചല്ലോ എന്ന്. ആ സമയത്ത് ഈ മിഠായി കൊണ്ട് കൊടുക്കുക, മോനെ അതുകൊണ്ട് ഈ മിഠായി കഴിച്ചോ, എൻ്റെ വകയായിട്ട് സമ്മാനം. ഈ പാവം കുട്ടി അതുവരെ കഴിച്ചത് ചോക്കോബാറും ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തുടയ്ക്കാണ്. കാരണം ഈ കുട്ടിക്കറിയില്ല ഇത് പല മിഠായിയുമാണെന്ന്. അവൻ അകത്തേക്ക് കഴിക്കുന്നു. ആ കഴിച്ചത് പ്രകാരം അവൻ വേറെ തോന്നുന്നു. ഈ കുട്ടിയുടെ കഥ എന്താണെന്നറിയോ? പിറ്റത്തെ ദിവസം മദ്രസയിലേക്ക് പോകാതെ ഈ ബൈക്കുകാരനെ കാത്തിരിക്കാൻ. അപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ അയാൾ വരും, പിന്നെ ദിവസവും വരും, ഈ കുട്ടിയെ കാരിയറാക്കും, പിന്നെ കുട്ടികൾക്കെല്ലാം ഇത് നൽകും. ഈ കുട്ടിനോട് പറയുന്നത്, മോനെ നീ ഇത് കഴിക്കണ്ട, ഇനി എല്ലാവരിലേക്ക് എത്തിച്ചോ. അപ്പോൾ പറയും എനിക്കും കഴിക്കണം എന്ന് പറയും. എന്നാൽ ശരി, ഇഞ്ചി ഒരു 10 കുട്ടിയൊക്കെ എത്തിച്ചു തന്നാൽ ഒരു മിഠായി നിനക്ക് ഫ്രീ ആണ്. പക്ഷേ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ അതിന് പൈസ വാങ്ങിക്കണം. അപ്പോൾ പൈസ കുട്ടികളുടെ അടുത്ത് ഉണ്ടാകില്ലല്ലോ, ക്യാഷ് ഉണ്ടാകില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ വീട്ടിൽ നിന്ന് അവർ പൊക്കിയടിച്ച് കൊണ്ടുവന്നോളൂ, ഈ ബേജാറാകണ്ട എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വലിയ മാഫിയായി. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കണം. അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്. പോകുന്നതല്ല, നമ്മുടെ മക്കളുടെ കയ്യിൽ ഇത് പെടുന്നതാണ്, ഓരോ ആളുകളും പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും പാവങ്ങളാണ്. നമ്മൾ അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളതിൽ പെടാതിരിക്കുക, ഒരു കുട്ടി പോലും അതിലേക്ക് പോവാതിരിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ അറിയണം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ സെലിബ്രേഷൻ മൂഡ് വരുമ്പോൾ, സൈക്കോളജിയിൽ സെലിബ്രേറ്റ് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ, ഞാൻ ആ പിതാവിൻ്റെ ഒരു സ്നേഹിതനും കൂടിയാണ്, എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉപ്പച്ചിയോട് പറയണം എനിക്കൊരു തരി സ്വർണം വേണ്ട എന്ന്, എനിക്ക് ഖുർആൻ മഹറായിട്ട് വേണം മതി എന്ന് എന്നിറങ്ങിയത്. വേണമെങ്കിൽ പിതാവിന് ഒരു ജ്വല്ലറി തന്നെ ആ കുട്ടിക്ക് സമ്മാനിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ആ കുട്ടി അതിലേക്ക് പോയി. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആഭരണം ധരിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്ലാമികപരമായ മാനദണ്ഡത്തിലൂടെ നമ്മൾ പോകുമ്പോൾ മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇതൊക്കെ നടന്ന് ആ ഒരു നല്ല ദിവസത്തിൽ പോലും ഇതില്ലാതെ, നിങ്ങൾ ക്രിസ്ത്യൻ ജനതയെ കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരല്ല, ഹൈന്ദവ ജനത, ഞങ്ങളൊക്കെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട്. അവരുടെ നിക്കാഹിന്, അവരുടെ മനസ്സമ്മതത്തിനൊക്കെ അവർ ഇതൊക്കെ തെളിയിച്ചുകൊണ്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മതപരമായ ചടങ്ങിലൂടെ ഈ കാര്യങ്ങളൊക്കെ പോണത്. ഇതേപോലെ തന്നെ ഹൈന്ദവരായ ആളുകൾ നെൽക്കതിർ ദീപങ്ങളൊക്കെ കൊളുത്തിയിട്ട് നല്ല രീതിയിലാണ് അവരുടേതായ കാര്യങ്ങളൊക്കെ പോണത്. തന്നെയല്ല, വീട്ടിലേക്ക്, ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. വീട്ടിലേക്ക് പുതുപെണ്ണ് കയറാൻ നേരത്ത്, നിങ്ങൾ പറയുന്ന കല്യാണ പെണ്ണ് കയറാൻ നേരത്ത് അവരുടെ അമ്മയുടെ അനിയത്തി, അമ്മയുടെ ചേട്ടത്തിയൊക്കെ പാടെ അണിനിരന്ന് നിൽക്കും. എന്നിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ നിലവിളക്ക് കൊടുക്കും. മോളെ അത് കെടരുത് എന്ന് പറയും, വലത്തേ കാല് വെച്ച് കയറണമെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികൾ, ഈ പാവം ഈ ഹൈന്ദവരായ കുട്ടികൾ എന്താക്കുന്നത്, ഈ വീട്ടിലേക്ക് കയറുന്നത്. നമ്മൾ JCBയിൽ അടിച്ച് പൊളിച്ച് ഗാനമേള നടത്തിയിട്ടാണ് കയറുന്നത്. എല്ലാറ്റിനും ചില ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അന്നത്തെ സന്തോഷങ്ങളുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ കല്യാണം പിരിഞ്ഞു പോയത് എനിക്കറിയാം. അതെന്തുകൊണ്ടാ? കൂട്ടുകാർ വന്ന് തിമർത്താടി ആകെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി, ഒരച്ചടക്കവും ഇല്ലാത്തത് കൊണ്ട് ഡിസ്പേഴ്സ് എന്ന് മാന്യനായ പിതാവ് പറഞ്ഞിട്ടുണ്ട്. അന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് അന്ന് തന്നെ പിരിച്ചുവിടും. ഈ പുയ്യാപ്പിളയെ നമുക്ക് വേണ്ട, ഈ പുതുമാരനെ നമുക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എത്ര കല്യാണങ്ങൾ അങ്ങനെ തകർന്നു പോയി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിവാഹങ്ങളൊക്കെയും പവിത്രമാണ് എന്ന് മനസ്സിലാക്കി ഭാവിയിൽ വരാനിരിക്കുന്ന കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും മോശമായ പെരുമാറ്റത്തിലേക്ക് പോകരുത് എന്നതായിരിക്കണം. ഡ്രഗ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ, എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ആദ്യത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നറിയോ? നമ്മളോട് പറയും നമ്മുടെ സ്നേഹിതന്മാർ, പുക വന്ന് വലിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പുക വലിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവനിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പമാരിലോ നാട്ടിലൊക്കെ ഏതെങ്കിലുമൊക്കെ മാന്യന്മാർ ഇത് വലിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നാട്ടുകാരായ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടും മുമ്പിലല്ലാതെയും വലിക്കാൻ പാടില്ല. പുക വലിക്കരുത്, പുകവലി നാശമാണ്. അതിന്മേൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ക്യാൻസറിന്. ആദ്യം എഴുതി വെച്ചിരുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്നാണ്. പിന്നെ അത് എന്താക്കി മാറ്റി, ഇറ്റ് ഈസ് കോസസ് ടു ക്യാൻസർ, ക്യാൻസറിന് കാരണമാകുമെന്ന് എഴുതി. ഇപ്പോൾ എഴുതി വെക്കുന്നത് ഇറ്റ് കിൽസ് യു, ഇത് നിന്നെ കൊല്ലുമെന്നാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടും പിന്നെ എന്തിനാണ് നമ്മളിത് വലിക്കാൻ നിൽക്കുന്നത്? ഇത് എഴുതി വെക്കാതെ ഈ സാധനം വിൽക്കാൻ പാടില്ല. അത് ക്യാൻസറിന് കാരണമാകുമെന്ന് എഴുതി വെക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കൊല്ലുമെന്ന് എഴുതി വെക്കണം. LSD ആകുമ്പോൾ അതിലും സ്ട്രോങ്, MDMA ആകുമ്പോൾ അതിലും സ്ട്രോങ്. എന്താ കാര്യം? കൂട്ടുകാരാണ് ഇതിൽ നമ്മളെ കൊണ്ടുചെന്നാക്കുന്നത്. വിവാഹത്തിൻ്റെ തലേ ദിവസം, അതേപോലെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ദിവസം ഇതിലൊക്കെ നമ്മൾ പെട്ടുപോവാണ്.
പിന്നെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിലും വലിയൊരു ലഹരിയായിട്ട് ചിലത് വന്നിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയെങ്കിലും ഒരു പോസ്റ്റർ ഇടണം, എന്നിട്ട് ഹായ് ബ്രോസ്, ഹായ് ബ്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ബോറാന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നല്ല നിലയിൽ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ ഇടുന്ന പാതിരാവിലെ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. സ്വയം വിറ്റുകൊണ്ട് ആരെങ്കിലും ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കരുത്. റീൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോശമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കടത്തിക്കൂട്ടരുത്. പകരം നമ്മൾ നല്ല സൗമ്യതയോട് കൂടി നല്ല ഇൻഫർമേഷൻസ് കൊടുക്കാൻ നിങ്ങൾ കൊടുത്തോ, നല്ലതാണെങ്കിൽ അതും ഹലാലും ഹറാമൊക്കെ നോക്കിയിട്ട്. അതല്ലാതെ ഒരിക്കലും നമ്മൾ പ്രസംഗം പറയുന്നു, എൻ്റെ പിതാവിന് നേരെ കഠാര കൊണ്ട് ആഞ്ഞു വീശിയ ആളാണ് ഞാൻ, എന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല, അന്ന് കുത്തുകൊണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഈ അടുത്തിടെ ആൾ മരിച്ചുപോയി, ഇപ്പം ഞാൻ നല്ല ആളാണ്, പക്ഷെ ഞാൻ നന്നായി എന്നുള്ള അവസ്ഥ പോലും കാണാൻ എൻ്റെ പിതാവിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിക്കുകയാണ്, കരയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാക്കളെ, സ്വന്തം പിതാക്കളെ, സമൂഹത്തിനെ എല്ലാം ഇങ്ങനെ കിരാതന്മാരെ കൊന്നൊടുക്കിയിട്ട് എന്തിനാ നമ്മൾ ഇത്തരം ജീവിതത്തിലേക്ക് പോകുന്നത്? അതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥി കൂട്ടങ്ങളോട് പഠിച്ചു പറഞ്ഞു പോയിക്കോട്ടെ. ഒരു പക്ഷേ ഇതിൽ നിന്നായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാവുക. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഒഴുക്കാണ്. നിങ്ങൾ ഡോക്ടറായിക്കോ, നിങ്ങൾ എഞ്ചിനീയർ ആയിക്കോ, നിങ്ങൾ സിവിൽ സർവീസുകാരനാക്, നിങ്ങൾ IIT-കാരനാക്, നിങ്ങൾ IIMA-കാരനാക്, എല്ലാം നിങ്ങളായിക്കോ. പക്ഷേ ഒരിക്കലും നിങ്ങൾ വഴിതെറ്റിപ്പോകുന്ന കുട്ടിയായി സ്ട്രാറ്റജിക് ലെവലിലേക്ക് കൊടുക്കണമെങ്കിൽ ഇതാ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം, ജസ്റ്റ് ജോബ് എന്നത് മാറ്റി സ്ട്രാറ്റജിക്കൽ ജോബിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകണം. എന്താ സ്ട്രാറ്റജിക്കൽ ജോബ്? ഒരു ഉദാഹരണത്തിന്, ഇതാ ഈ കാണുന്നത് ഒരു വീടാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഇതൊരു ബിൽഡിംഗ് ആണ്. ഇതിന് വേണ്ടിയിട്ട് പടവുകാർ വന്നിട്ടുണ്ടാകും. 100 ദിവസം, ഒരു പക്ഷേ 3 മാസം വെച്ചിട്ടായിരിക്കും ഇത് പടുത്തിട്ടുണ്ടാവുക. ഓരോ വരവരും നമ്മൾ അവർക്ക് കൊടുത്തത് 1000 രൂപ കൂലിയാണ് ഒരു പടവുകാരന്. അപ്പോൾ ഏകദേശം 100 ദിവസം വന്നാലേ 1 ലക്ഷം രൂപ അയാൾക്ക് കിട്ടൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഫിസിക്കൽ ജോബ്, ശരീരം കൊണ്ടുള്ള ജോലിയാണ്. ശരീരം കൊണ്ടുള്ള ജോലിക്ക് 1000 രൂപയെ നമുക്ക് പ്രതിഫലം കിട്ടൂ. എന്നാൽ ഇതൊരു മനോഹരമായ വീടാണെങ്കിൽ അതിനൊരു ആർക്കിടെക്റ്റ് ഉണ്ടാകും. ആർക്കിടെക്റ്റ് 4 പ്രാവശ്യം അങ്ങോട്ട് വരും, ഏറ്റവും സ്ട്രോങ് ലെവലുള്ള ആർക്കിടെക്റ്റ്. അത് എങ്ങനെയായിരിക്കും വരിക? ഒന്നതിൻ്റെ ഫൗണ്ടേഷൻ്റെ സമയത്ത്, മറ്റൊന്നതിൻ്റെ ഈ സ്ട്രക്ചർ പൂർത്തിയാകുന്ന സമയത്ത്, പിന്നൊന്നതിൻ്റെ ഫിനിഷിങ് സമയത്ത്, മറ്റൊന്നതിൻ്റെ പേപ്പേഴ്സിൻ്റെ കാര്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എത്തുക. ഇതാണ് ഒരു ആർക്കിടെക്റ്റ് വരിക. പക്ഷേ ആ ആർക്കിടെക്റ്റിന് ചുരുങ്ങിയത് നിങ്ങൾ 5 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. 1 കോടിയുടെ വീടാണ് നിങ്ങൾ കയറ്റിയത് എങ്കിൽ, അപ്പോൾ അയാളുടെ ഒരു ദിവസത്തെ വരവിന് 1.25 ലക്ഷം രൂപയാണ് വാല്യൂ. അതിനെയാണ് ഇൻ്റലക്ച്വൽ ജോബ് എന്ന് പറയുക. അപ്പോൾ ഇരിക്കുന്ന കുട്ടികളോട് ഞാനൊരു മെസ്സേജ് പോലെ പറയാം, ഭാവിയിൽ നിങ്ങൾ ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധി കൊണ്ട് ജോലി ചെയ്യുന്ന കുട്ടികളായി മാറുക. അതിന് ഉയരങ്ങൾ കയറി പഠിക്കുക എന്നതാണ്. ഉയരങ്ങൾ കയറി പഠിക്കുമ്പോൾ ഏറ്റവും വലിയ പഠിത്തമായി നമ്മൾ കാണേണ്ടത് ഇതൊരു മദ്രസ ഹാളാണ്, ഇതൊരു മഹലിൻ്റെ പരിപാടിയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ പറയല്ല, എന്നോട് ചോദിക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ, ഏറ്റവും വലിയ ഉയർച്ച ഏത് എന്ന ചോദ്യത്തിന് എൻ്റെ അടുക്കൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം വിശുദ്ധ ഖുർആൻ പഠിക്കലാണ്, ഹദീസ് പഠിക്കലാണ്. ലോകോത്തര 10 വയസ്സുള്ളപ്പോൾ ഖുർആൻ ഹാഫിളായി. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ ഉമ്മയുടെ ഒരു കത്ത് വന്ന്, ഇംഗ്ലീഷ് പഠിക്കലെന്ന് പ്രശ്നമൊന്നുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഒരുമ്പെട്ടതാണ്, അങ്ങനെ ഒരുങ്ങിയതാണ്. ആ സമയത്ത് ഉമ്മൻ്റെ കത്ത് വന്നു, മോനെ നീ ഇത് പഠിച്ചിട്ട് എങ്ങോട്ടും നീങ്ങിയാൽ മതി എന്ന്. അങ്ങനെ നീ കിതാബ് തന്നെ പഠിക്കണം, നീ ഉയർന്നു പോകണം, നിന്നെ ലോകത്തിലെ വലിയ പണ്ഡിതനാക്കാനാണ് ഈ ഉമ്മയുടെ ലക്ഷ്യമെന്ന്. അങ്ങനെ പഠിച്ചുയരുന്ന കൂട്ടത്തിൽ ആ പാവം സ്ത്രീ അന്ന് കത്തെഴുതുമ്പോൾ എഴുതി, മോനെ നീ ബേജാറാകണ്ട, നീ ഏതിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവരൊക്കെ നിന്നെ കാത്തിരിക്കുന്ന കാലം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. നിന്നെ കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടാകും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ സന്ദർശിച്ചപ്പോൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ചെയറുണ്ട്. അദ്ദേഹം പഠിക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയിട്ടുള്ള കാംബ്രിഡ്ജിൽ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന ചെയർ ഉണ്ടായിരുന്നു. അതാണ് മൗലാന അബുൽ ഹസൻ അലി അന്നദ്വി സാബ്. നമ്മൾ ഓർക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലൂടെ, തിരു ഹദീസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇനി നിങ്ങൾ ഡോക്ടറും എഞ്ചിനീയറും എന്തെങ്കിലുമൊക്കെ ആയിക്കോ, പക്ഷേ ഖുർആനെ മുമ്പിൽ വെക്കുക, ലോകത്തിലെ സമാധാനത്തിന് മുമ്പിൽ വെക്കുക, മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കാൻ നമുക്ക് പറ്റുക, എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുക.
അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ സ്ലോഗൻ. എൻ്റെ ശൂരനാടിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള, നിങ്ങളെല്ലാവരും ഖുർആൻ പഠിക്കാൻ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സാധാരണഗതിയിൽ ഒരു 10-15 ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പകരം കൊല്ലത്തെ ശൂരനാടിൽ എല്ലാ കുട്ടികളും ഏതാണ്ട് എഴുന്നേറ്റ് നിന്നു എന്നതാണ്. അതിന് നിങ്ങൾക്ക് 1000 ബിഗ് സല്യൂട്ട്. കാരണം ഇത് ശൂരനാടാണ്. ശൂരനാടിൻ്റെ കുട്ടികൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ വേറെയുള്ള ഒന്നിലേക്കും തിരിഞ്ഞു പോകാതെ ദയവ് ചെയ്ത് ഈ പറയുന്ന പ്രണയത്തിൻ്റെ ഇക്കിളിപ്പെടുത്തലിൽ, ഈ ടെക്നോളജിയുടെ ഇക്കിളിപ്പെടുത്തലിൽ അപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾ ഡ്രഗ്സിൻ്റെ ഇക്കിളിപ്പെടുത്തലിലേക്ക് കടന്നു പോകരുതേ. പിന്നെ ഒന്ന് സാധാരണ കയറി വരാറുള്ളത്, അവസാനിപ്പിക്കുമ്പോൾ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോട്ടെ, നമുക്കൊരു തോന്നലുണ്ടാകും, അഥവാ ലോകത്തിലൊന്നാകെയും വളരെ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് ജീവിക്കല്ലേ. ആര് പറഞ്ഞു അങ്ങനെയാണെന്ന്? അത് നിങ്ങൾ ലോകം കാണാത്തത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതവിശ്വാസികൾ വേണോ വേണ്ടോ എന്ന ചോദ്യത്തിന് ലോകത്തിൽ മുഴുവൻ മതവിശ്വാസികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ പോയിട്ടൊന്ന് ഗൂഗിൾ ചെയ്യുക. ഞാൻ പറഞ്ഞത് ഗൂഗിൾ ചെയ്തോ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK-യിൽ കൺവേർഷൻ മെത്തേഡ് അല്ലെങ്കിൽ കൺവേർഷൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? ജസ്റ്റ് വീട്ടിൽ പോയിട്ട് ഗൂഗിൾ ചെയ്യുക. അതിൽ വരുന്നത് എങ്ങനെയാണെന്നറിയോ? UK എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം 100,000-ലേറെ ആൾക്കാരാണ് എല്ലാ വർഷവും എന്തിലേക്ക് വരുന്നത്? ഇസ്ലാമിലേക്കാണ്. ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാൻ എന്തെങ്കിലും വിവാദം പ്രസംഗിക്കല്ല. ലോകത്തിൽ മുഴുവൻ അങ്ങനെയാണ്. എല്ലാവരും വാല്യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നമ്മൾ പോകുമ്പോൾ, അമേരിക്കയിൽ നമുക്ക് ചിലപ്പോൾ ജുമാ കൂടാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത്, ജുമാ കൂടാൻ എല്ലായിടത്തും അവിടെ സ്ഥലം ഉണ്ടാവില്ല, അവിടെ ജുമാക്ക് വേണ്ടി അവരുടെ ക്രിസ്ത്യൻ ചർച്ചുകൾ വിട്ടുതരുന്നത് പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സഹോദരന്മാരാണ്. ഞാൻ അമേരിക്കൻ്റെ കഥ പറയാൻ. നമ്മളെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സഹോദരന്മാർ, അവിടുത്തെ ആ രാജ്യക്കാരായ ആളുകൾ, അവർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ജുമാക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്നത് അവരുടെ ചർച്ചുകളാണ്. അതൊക്കെ മറച്ച് അവനെ വെച്ചിട്ട് അവർ ഒഴിവാക്കി കൊടുക്കുകയാണ്. UK-യിൽ നമ്മൾ പോകുമ്പോൾ 100 കണക്കിന് പള്ളികളാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവർ സംഭാവന കൊടുത്തിട്ടുള്ളത്, അവർ മാറ്റിക്കൊടുത്തിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ എത്രയോ പള്ളികളാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും സൗഹാർദ്ദങ്ങളേ ഉള്ളൂ. എല്ലാവരും സൗഹാർദ്ദപൂർവ്വമാണ് ജീവിക്കുന്നത്. എല്ലാ മതസ്ഥരും നല്ല, എല്ലാവരും വലിയ വിശ്വാസികളുമാണ്. തന്നെയല്ല, അങ്ങനെയുള്ള രാജ്യങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനും പാടില്ല. നിങ്ങൾ UK-യിൽ പോയിട്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞ അപ്പം തന്നെ ജയിലിൽ പോകേണ്ടി വരും. നിങ്ങൾ UK-യിൽ പോയിട്ട് ക്രിസ്ത്യാനിറ്റിക്കെതിരെ പറഞ്ഞ അപ്പം തന്നെ ജയിലിൽ പോകേണ്ടി വരും. നിങ്ങൾ UK-യിൽ പോയിട്ട് ഹൈന്ദവതയ്ക്കെതിരെ പറഞ്ഞാൽ അപ്പം തന്നെ ജയിലിൽ പോകേണ്ടി വരും. കാരണം മതങ്ങളെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അതുകൊണ്ട് എല്ലായിടത്തും മതപരമായ വിശ്വാസങ്ങൾ അതിമൗലികതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉശിരോടുകൂടി നമ്മൾ ഏറ്റവും ശക്തമായി വാല്യൂസിൻ്റെ ആളുകളായി മാറണം. വാല്യൂസിൻ്റെ ആളുകളായി മാറണം. ഇനി നിങ്ങൾ പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ചാണ്. ഇപ്പോൾ ഭയങ്കര ചർച്ചയാണല്ലോ. പെൺകുട്ടികളെല്ലാവരും, എന്തിനാ ഈ ഒരു ചർച്ച? ഒന്നാലോചിച്ച് നോക്കിയാട്ടെ. ആൺകുട്ടികളെപ്പോലെ ഡ്രസ്സ് അണിയണം പെൺകുട്ടികൾ എന്നേ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൊരു ഡോമിനേറ്റഡ് വോയിസ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ തിരക്കടില്ല. ശരി, ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സർക്കാർ പറയുകയാണെങ്കിൽ ഞാൻ സർക്കാരിനെ അധിക്ഷേപിക്കല്ല കേട്ടോ. അതായത് 3 ദിവസം ആൺകുട്ടികളെല്ലാം ചുരിദാറും പെൺകുട്ടികളെല്ലാം പാൻറ് ഇടണമെന്ന് പറയാറുണ്ടോ? ഉണ്ടോ? അങ്ങനെ പെൺകുട്ടിക്ക് വേണ്ടി ആൺകുട്ടികൾ ചുരിദാറിട്ട് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? 4 സാക്ഷികൾ വേണം. 4 ആളാണ് ഒരു പെണ്ണിന് ഈക്വലാകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ സംരക്ഷിക്കേണ്ടിടത്ത് നിങ്ങളെ മോശക്കാരിയായി ചിത്രീകരിക്കുമ്പോൾ, നിങ്ങൾ മോശക്കാരിയാണെന്ന് ആണ് വിളിച്ചു പറയുമ്പോൾ 1-2 ആൾ വന്ന് പറഞ്ഞാൽ പോരാ, 4 ആൾ സാക്ഷിയുണ്ടാകണം. 4 ആൾക്ക് ഈക്വലാണ് അവിടെ ഒരു പെണ്ണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെ നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു സ്ഥാനം പടച്ചോൻ തന്നിരിക്കുകയാണ്. 4:1 എന്നതാണ്. 4 ആണുങ്ങളുടെ പവറാണ് ഒരു പെണ്ണിന് എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 ആണിന് തുല്യമാണ് ഒരു പെണ്ണ് എന്ന്. അതുകൊണ്ട് ഈക്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാനാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഒന്ന് കുറച്ച് തരാനാണ്. ഒരു പെണ്ണാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾക്ക് മക്കളെ നോക്കേണ്ടതുണ്ട്, മക്കളെ പോറ്റേണ്ടതുണ്ട്, ആണും അതിലുണ്ടാകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, വീട്ടിലെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തം കുറച്ചേക്കണം, ആണ് ഫുൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങളാ ചെലവഴിക്കേണ്ടത്. ആ പാവത്തിൻ്റെ നേരെ പോകരുത് എന്നതാണ്. നിങ്ങളുടെ സ്വത്ത് വീതിക്കപ്പെടേണ്ടതില്ല, നിങ്ങളുടെ സ്വത്ത് വീതിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിയമം അങ്ങനെ വന്നത്. പെണ്ണുങ്ങൾ അവരുടേത് അങ്ങനെ കൊടുക്കണ്ട, ആണുങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. എല്ലായിടത്തും പെണ്ണിനാ സംരക്ഷണം,
എല്ലായിടത്തും പെണ്ണിന് സംരക്ഷണം. അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളെ, ലോകത്തിലാര് വന്ന് പറഞ്ഞാലും ഇസ്ലാമിനെ അവഗാഹതയോടുകൂടി പഠിക്കാതെ അതിനെ നിങ്ങൾ മനസ്സിലാക്കരുത് എന്നതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് പെണ്ണിന് ഇത്രമേൽ ആദരവ് കൊടുത്തതാണ്. ഒരു കാലഘട്ടത്തിൽ പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന കാലത്ത്, മൊത്തത്തിൽ അവരെ കുഴിച്ചു മൂടിയിരുന്ന കാലത്ത്, നിങ്ങൾ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങളുടെ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കണേ എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പെണ്ണിനെ ചെറുത് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുമ്പുള്ള അവസാനത്തെ പ്രസംഗം, ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് പ്രോഫറ്റ്ഹുഡ്, പ്രവാചകൻ്റെ അവസാനത്തെ പ്രസംഗമല്ല, പ്രവാചകത്വത്തിൻ്റെ അവസാനത്തെ പ്രസംഗം. അതിനുശേഷം ഒരു പ്രവാചകൻ വരാനില്ലാത്തതുകൊണ്ട് അതിലവസാനം പറഞ്ഞത് നിങ്ങളെക്കുറിച്ചാണ്. പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുതേ, അവരെ നിങ്ങൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുതേ. ഇത് പറയാനാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ അവസാന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രമാത്രം സംരക്ഷണം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആരും അതിൻ്റെ അട്ടിപ്പാറ അവകാശം ഒരിക്കലും അവകാശപ്പെടേണ്ടതില്ല. എൻ്റെ പെൺകുട്ടികളായ ആളുകൾ എല്ലാവരും അജയ്യമായി എഴുന്നേൽക്കുക, അജയ്യമായി സടകുടഞ്ഞ് എഴുന്നേൽക്കുക. ഇസ്ലാം നമുക്ക് തന്ന നീതിബോധമുണ്ട്, അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ദയവ് ചെയ്ത് മോശത്തരത്തിലേക്ക് യാത്ര പോവാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളോട് നിങ്ങൾ ഇവരുടെ സംരക്ഷകരായി നിന്നുകൊടുക്കുക, ഡീവിയേറ്റ് ചെയ്യാതിരിക്കുക, അതിമനോഹരമായി നമ്മൾ പഠിച്ചുയരുക, അതോടൊപ്പം മൂല്യത്തോടു കൂടി ജീവിക്കുക എന്നതാണ്. നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. ഞാൻ ഒറ്റ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാം, എന്ത് വില കൊടുത്താലും നിസ്കാരം, ഇന്നത്തെ കുട്ടികൾ നിസ്കാരം കൂളായിട്ട് ഒഴിവാക്കുകയാണ്. യൂസുഫ് അൽ കർദാവി മരിക്കുന്നതിന് മുമ്പ് ഒരു കുറിപ്പെഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 50-60 നിലയുള്ള വലിയ ഈ ക്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ തലപ്പത്ത് നിന്നിട്ടൊരു മനുഷ്യൻ നിസ്കരിക്കാൻ, താഴോട്ട് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ പേരിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന 60 നില പിന്നെ ഹൈറ്റുള്ള ആ ഇതിൽ നിന്ന് ക്രെയിനിൻ്റെ തലപ്പത്ത് ആ ഇരുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന, പൊള്ളുന്ന ഇരുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന ഈ പാവം മനുഷ്യൻ്റെ ചിത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതി, ഹറമിൽ നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ലക്ഷങ്ങൾ പ്രതിഫലമുള്ളതാണത്. പക്ഷെ അതിനേക്കാൾ പ്രതിഫലം ഈ പച്ചയായ മനുഷ്യന് അള്ളാഹു കൊടുത്തേക്കാമെന്നതാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നിസ്കാരം ഒഴിവാക്കുന്ന ഒരു കൂട്ടരായി നമ്മൾ മാറരുത്. അതിനൊന്ന് കൈപ്പൊക്കിക്കോളാം നിങ്ങൾ. ഇൻഷാ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞാട്ടെ, ഒരൊറ്റ നിസ്കാരം ഒന്ന് ഉറക്കാണ്ട് കൈപ്പൊക്കിക്കോ, നിസ്കാരം ഒഴിവാക്കില്ല എന്ന്. ഇൻഷാ അല്ലാഹ് തയ്യാറല്ല? ഇൻഷാ അല്ലാഹ് പോരാ, ആകെ ഇതൊക്കെ എൻ്റെ കുലുങ്ങട്ടെ. ഇനി മുതൽ നിസ്കാരം ഒഴിവാക്കില്ല ഇൻഷാ അല്ലാഹ്. പോരട്ടെ, സൂര്യനാടിൻ്റെ ശബ്ദം ഇത്ര പോരാ, ഒന്നും കൂടി ശക്തമായി, ഒരു വക്ത് പോലും നിസ്കാരം എനിക്ക് അല്ലാഹ് ആക്കില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാതെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് സുന്ദരമായി മുന്നോട്ട് പോകുന്ന സംഘമായി നമ്മൾ മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒറ്റക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. മാതാപിതാക്കളെ നന്നായി അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന കുട്ടികളായി ഞങ്ങൾ മാറും. തയ്യാറല്ലേ? തയ്യാറല്ലേ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഏതുപോലെ ആകണമെന്നറിയോ? ഞാൻ സ്ഥലത്തിടത്തൊക്കെ സംസാരിക്കാറുണ്ട് ഒരു കുട്ടിയെപ്പറ്റി. എന്താ കുട്ടിയുടെ പേര്? ഇടത്ത് നിന്ന് ഉത്തരം പറഞ്ഞ കുട്ടിയുടെ ഓർമ്മയുണ്ടാകും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇതേപോലൊരു സദസ്സാണ്. ഇത്രയൊന്നുമല്ല ആൾക്കാരുള്ള 2000 ആളുകളുടെ ഹാളാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ഏകദേശം വരുന്ന 2000 കുട്ടികൾക്ക് A+ കൊടുത്ത് ആദരിക്കുന്ന സദസ്സ് പത്രക്കാരുടെ പരിപാടിയാണ്. അതിൽ മുഖ്യ സംസാരം എനിക്കാണ്. മുഖ്യ സംസാരത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു. 3000 രൂപ തരാമെന്ന് പറഞ്ഞു. ആ രംഗൊന്ന് മനസ്സിൽ കണ്ടുനോക്ക്. 3000 രൂപ, കുറേ മുമ്പാണ്. 3000 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ 2000 A+കാരാട്ടോ, അവരെ ആദരിക്കുന്ന ചടങ്ങാണ്. ഹൈലി ഇൻ്റലക്ച്വലായ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടത്ത് ഭാഗത്ത് നിന്ന് മഞ്ഞ ചുരിദാറുകാരിയായ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുമ്പോൾ ഇടത്തേ ഭാഗത്തുനിന്ന് ഒരു കുട്ടിയുടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്, മഞ്ഞ ചുരിദാറുകാരി. ഞാനിപ്പോഴും ആ കുട്ടിയെ മനസ്സിൽ കാണുകയാണ്. എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, സർ ഞാൻ പറയാം. അപ്പോഴേ എൻ്റെ മനസ്സിലെന്തായി, ഇവൾ പറഞ്ഞാൽ എൻ്റെ 3000 പോവല്ലോ എന്ന് തോന്നിപ്പോയി. പക്ഷേ പറയാമെന്നും പറഞ്ഞു. ആ കുട്ടി പറഞ്ഞ് 3 മിനിറ്റോളം നിന്ന് പറഞ്ഞിട്ടും അതിൻ്റെ ആൻസറിലേക്ക് എത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇനിയിരിക്ക്, ആൻസർ നിനക്ക് പറയാൻ കഴിയില്ല എന്ന്. ഉടനെ തന്നെ ആ കുട്ടി കൈ ഇങ്ങനെ വീശിയിട്ട്, ആ കുട്ടിയുടെ പേര് അശ്വിനി എന്നാണ്, ഹൈന്ദവ പെൺകുട്ടിയാണ്. ആ കുട്ടി കൈ ഇങ്ങനെ വീശിയിട്ട് പറഞ്ഞു, സർ ഒരു മിനിറ്റ് ഞാൻ പറയാം. അതൊരു അപേക്ഷയായിരുന്നില്ല, ഒരാക്രോശം പോലെ. ഞാൻ പറയാം സാർ,
ആ കുട്ടിയുടെ കണ്ണിൽ വെള്ളം നിറയുന്നത് ഞാൻ കാണുന്നുണ്ട്, കുട്ടിയുടെ കൈ വിറക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സർ, 1 മിനിറ്റ് ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ മോളെ പറ. ആ കുട്ടി പറഞ്ഞ് ഒരു 3 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ആൻസർ അങ്ങോട്ട് പറഞ്ഞു. ആ കുട്ടിക്ക് ആൻസർ അറിയില്ലായിരുന്നു, പക്ഷേ ആൻസർ പൂർത്തിയാക്കി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളോട് എല്ലാവരോടും കൈയടിക്കാൻ. അങ്ങനെ കുട്ടികൾ കൈയടിക്കുമ്പോൾ ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച് നമ്മൾ പത്രക്കാരും ഞാനും കൂടി ആ 3000 രൂപ കൊടുത്ത് അത് വാങ്ങുമ്പോൾ കൈകൾ വിറക്കുന്നുണ്ട്, കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഞാൻ അതിശയോക്തി പറയല്ല. അപ്പോൾ എനിക്കും തോന്നി ഇത്രമാത്രം കരയാൻ എന്താ ഇപ്പോൾ കാര്യം? ഒരു ആൻസർ പറഞ്ഞപ്പോൾ ഒരു 3000 കിട്ടി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ എന്താ നിൻ്റെ പേര്? അപ്പോഴാണ് പറഞ്ഞത് അശ്വിനി എന്ന്. എന്താ നീ ഇങ്ങനെ കരയുന്നത് എന്ന്. അപ്പോൾ കുട്ടി അത് അപ്പോൾ ഞാൻ ചോദിച്ചില്ല, അതങ്ങനെ പോയി. ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിപ്പിക്കണമെന്ന് ആ കുട്ടി വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, മോളെ ഞാനൊരു 3000 രൂപ തന്നപ്പോൾ എന്തിനാണ് മോള് കരഞ്ഞത്, കൈകൾ വിറച്ചത്? ആ കുട്ടി കൈ ഇങ്ങനെ കൂപ്പി നിന്നുകൊണ്ട്, മനസ്സിലാ കുട്ടിയെന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ആ കുട്ടി കൈ കൂപ്പി നിന്നിട്ട് എന്നോട് പറഞ്ഞത്, സാർ, ഇന്ന് നിങ്ങൾ തന്ന 3000 രൂപ എനിക്ക് 3 ലക്ഷം രൂപക്ക് തുല്യമാണ്. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? ആ കുട്ടി പറഞ്ഞത്, എൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, കഴിഞ്ഞ മാസം ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലാണ്, എന്നേക്കുമായി തകർന്നു പോയത്തെ ജീവിതമാണ്, ഞങ്ങളിപ്പോൾ വലിയ കടക്കാരാണ് സാർ, 3000 രൂപ മരുന്നിനെങ്കിലും തികയും സാർ, ഇപ്പം മരുന്ന് പോലും വാങ്ങിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്നാ കുട്ടി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് തന്നെ പോവാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, സർ 1 മിനിറ്റ് ഞാൻ പറയാം സാർ എന്ന് ആ ആക്രോശത്തോടു കൂടി പറയുമ്പോൾ അശ്വിനി മോളുടെ തലയിൽ ഒരിക്കലും ആൻസർ ഉണ്ടായിരുന്നില്ല. പക്ഷേ മരുന്നിന് പൈസയില്ല മോളെ, മരുന്നിന് പോലും പൈസയില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ മുഖം മനോമുകുരത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ് സർ ഞാൻ പറയാം എന്ന കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ മക്കൾക്ക് പോലും ഇത്രമാത്രം അദമ്യമായ സ്നേഹമാണ് നമ്മളെ പ്രിയപ്പെട്ട പിതാക്കന്മാരോടുള്ളതെങ്കിൽ എല്ലാ സൗകര്യവും ചെയ്തു തന്ന് നിങ്ങളെ സ്നേഹത്തോടു കൂടി പുലുകി അശ്വിനി മോളുടെ അച്ഛനെ പോലെ ദാ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷവതികളായി മാറാൻ നമുക്ക് കഴിയണം. സർ ഞാൻ പറയാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പയുടെ നമ്മുടെ ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി, അതിലുപരി അള്ളാഹുവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്നെങ്കിലും ഒരിക്കൽ കുറിച്ച് വെച്ചോ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഉപ്പക്ക് കൊണ്ടുപോയി നേരിട്ട് കൊടുക്കണം എന്നില്ല. കോഴിക്കോട്ട് ഒരു പയ്യൻ ചെയ്ത പണി എന്താണെന്നറിയോ? നമ്മുടെ സംസാരം കേട്ടിട്ടോ അല്ലാതെ എനിക്കറിഞ്ഞുകൂടാ. 15000 രൂപ ആദ്യത്തെ ശമ്പളം കിട്ടി, ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത്, എന്നിട്ട് പറഞ്ഞു സർ, ഉമ്മാനോട് പറയാണ്, ഉമ്മ നിങ്ങൾ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുത്തേക്കിനെന്ന്. ഉടനെ തന്നെ ഉമ്മ പറഞ്ഞു, മോനെ നിനക്കങ്ങോട്ട് നേരിട്ട് കൊടുത്തൂടെ, ഉപ്പക്ക് എന്തൊരു സന്തോഷവും. ആദ്യത്തെ ശമ്പളല്ലേ, ജീവിതകാലം 24 വയസ്സ് വരെ പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന പൈസ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. ശവൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഉമ്മ കുട്ടിക്കാലം മുതൽ എനിക്ക് മിഠായിക്ക് പൈസ തരുമ്പോൾ, ഫീസ് തരുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൈ മുകളിലും എൻ്റെ കൈ താഴെയുമായിരുന്നു ഉമ്മ. ഇന്ന് ഞാൻ പൈസ ഇങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൈ താഴെയായി പോകും, എൻ്റെ കൈ മുകളിലായി പോകും. അതെനിക്ക് സഹിക്കില്ല എന്നതാണ്. അതാണ് നമ്മുടെ പിതാവ്, അതായിരിക്കണം നമ്മുടെ പിതാവ്. എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചങ്ങട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ മേലെയാകരുത്, നമ്മുടെ കൈ താഴെയാകണം. അത്രമാത്രം നമ്മുടെ മാതാക്കളെ പിതാക്കളെ നമ്മൾ ആദരിക്കണം. ഒരു വാക്ക് കൂടി പറഞ്ഞോട്ടെ, ഭാവിയിൽ നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങൾ ഉസ്താദുമാരെ വിളിച്ചോ, തങ്ങന്മാരെ വിളിച്ചോ, ചെല്ലേണ്ടതൊക്കെ ചൊല്ലിക്കോ. പക്ഷേ അതിരാവിലെ നിങ്ങളുടെ വീടിൻ്റെ താക്കോല് ദാനം അഥവാ താക്കോല് കൊണ്ട് അത് തുറക്കേണ്ടത് നിങ്ങളുടെ ഉമ്മയായിരിക്കണം. കാരണം അത് ഉമ്മയുടെ അന്നത്തെ അവകാശമല്ല. കയ്യിലേക്ക് അത് കൊടുക്കണം. ചാവി തിരിക്കേണ്ടത് ഉമ്മയാണ്. നിങ്ങൾ നോക്കിക്കോ, കണ്ണുകൾ നിറയുന്നുണ്ടാകും. 20-30 വർഷത്തിൻ്റെ പ്രാർത്ഥനയുടെ അനന്തരഫലമായി നിങ്ങളുടെ വീടിൻ്റെ താക്കോല് തിരിക്കേണ്ടത് സ്വന്തം മാതാവും പിതാവുമാണ്. അങ്ങനെ മാതാപിതാക്കളെ ആദരിക്കാൻ നിങ്ങൾക്ക് പറ്റണമെന്നതാണ്. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ഡ്രഗ്സിലേക്ക് പോകാതെ, പ്രണയത്തിലേക്കും പോകാതെ സുന്ദരമായി ശൂരനാട്ടിൽ ശൂരതയോട് കൂടി ഞങ്ങൾ ജീവിക്കും സാർ, ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിലൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ എല്ലാ മക്കളും. ഇല്ല, ഞങ്ങൾ അള്ളാഹുവിനെ ഇട്ടേച്ചെങ്ങോട്ടും പോകില്ല. അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും അള്ളാഹുവിലേക്ക് ലയിച്ചുകൊണ്ടും ഞങ്ങൾ ഉണ്ടാകുമെന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കലുമില്ല. ഈ കാണുന്ന വർഗീയതയിലേക്കോ, ഈ കാണുന്ന ഏതെങ്കിലും ഡ്രഗ്സിലേക്കോ, പഠനമില്ലായ്മയിലേക്കോ ഞങ്ങൾ പോകില്ല. മാതാപിതാക്കളെ സ്നേഹിച്ച് അവരെ കൂടെ ചേർത്ത് എന്നെന്നും അവരുടെ പിന്നുമക്കളായി
പൊന്നുമക്കളായി ഞങ്ങൾ ഉണ്ടാകും. ഒന്നവിടെ നിന്ന് ഒന്നും കൂടി ഇൻഷാ അല്ലാ പറഞ്ഞിട്ടൊന്ന് കൈയ്യർത്തിയാട്ടെ. ഇൻഷാ അല്ലാ നിസ്കാരം ഒഴിവാക്കാതെ സ്വന്തം മാതാപിതാക്കളെ സ്നേഹിച്ചും ലാളിച്ചും ഈ ശൂരനാടിൻ്റെ മക്കളായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. ആ കൈ ഇങ്ങനെ താത്ത ഒന്നും കൂടി 4 ഭാഗത്തേക്കൊന്ന് സ്ട്രോങ്ങിൽ കൊടുക്കുക. ഇൻഷാ അല്ലാ നമുക്ക് ഇങ്ങനെ ജീവിക്കാം. 4 ഭാഗത്തുള്ള ആൾക്കാർക്കൊന്ന് കൈയെടുത്തേക്ക്. നമുക്ക് ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിനെ ആരാധിച്ചും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചും നിസ്കാരം മുറ പോലെ നടപ്പിലാക്കിയും വർഗീയതയില്ലാതെ ജീവിച്ചും അതോടൊപ്പം ഇൻഷാ അല്ലാ നല്ല രീതിയിൽ കോഴ്സുകൾ ചെയ്ത് ഉയരങ്ങളിലേക്ക് പോയും അതിനിടയ്ക്ക് മറ്റുള്ളതിലേക്കൊന്നും പോകാതെയും ഇൻഷാ അല്ലാ ഞങ്ങളുണ്ടാകും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ശൂരനാടിൻ്റെ മക്കൾക്ക് ശൂരമായി ഉയരാനുള്ള ഉന്നതമായ അവസ്ഥകൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.